കൈ കിട്ടിയാണല്ലോ നിന്റെ അവസാനോ. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. അക്യൂസ്ഡ് വീടുന്ന് എസ്കേപ്പ് ആയി സർ. അക്യൂസ്ഡിന്റെ പേര് ഗുണ. അവന്റെ കൂടെ 2 പേര് എസ്കേപ്പ് ആയിട്ടുണ്ട് സർ. ഓവർ. സർ ചെക്കൻ വെള്ളത്തിന്റെ അകത്താണ് സർ. നമ്മുടെ പോലീസ് തെരഞ്ഞു പോയിട്ടുണ്ട് സർ. 5 മിനിറ്റ് അല്ലേടാ ആയുള്ളൂ നീ എന്നെ ഇട്ടിട്ട് പോയിട്ട്. അങ്ങനെ എന്താടാ ചെയ്തേ? ഇങ്ങനെ നീ ചെയ്തല്ലോടാ. സന്തോഷമായിട്ടിരുന്ന ഞങ്ങളുടെ 3 പേരുടെ ജീവിതത്തിൽ ഒരു ഫോൺ, ആ ഒരു ഫോൺ ഞങ്ങളുടെ 3 പേരുടെ ജീവിതം മാറ്റിമറിക്കും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. എന്തായി കാണിക്കുന്നേ? വീട് പ്ലീസ്. സ്വപ്നത്തിൽ മാത്രമാ ഞാൻ എൻ്റെ ഡ്രീം ഗേളിനോടൊപ്പം ജീവിക്കുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം എൻ്റെ സ്വപ്നം ആരാ നശിപ്പിക്കുന്നെന്ന് വെച്ചാൽ. സമയം 7 ഇനി എന്താടാ എഴുന്നേക്കാത്തെ? വെള്ളം കിട്ടത്തില്ലടാ. പിന്നെ എൻ്റെ സ്വന്തം അമ്മ. എന്താമ്മ പറയുന്നേ? സമയം 7? അയ്യോ അവള് പോവല്ലോ. സമയല്ലോ. ഡെയിലി മുഖത്ത് വെള്ളം ഒഴിച്ചാലേ എഴുന്നേക്കത്തുള്ളൂ. എന്താ? പെണ്ണുമ്പിളെ ഇഷ്ടപ്പെടാതെ ഒരുത്തൻ ആത്മഹത്യ ചെയ്തു. അഭിമാനമുള്ളവനാ. പേപ്പർ വായിച്ചിട്ട് ആദ്യം വീടെല്ലാം തുടച്ച് വൃത്തിയാക്ക്. അതെപ്പോഴും ചെയ്ത കാര്യമില്ല. വന്നോ ഇല്ലയോ? ആകെ വീട്ടിൽ ചെയ്യുന്ന ജോലി വെള്ളം പിടിക്കുന്നതാ. അതുകൂടെ ചെയ്യില്ലെങ്കിൽ വെള്ളത്തിന് കർണാടകയിൽ പോണോ? ജോലിക്ക് പോയാലല്ലേ ഉത്തരവാദിത്തം വരൂ. ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഞാനെന്ത് ചെയ്യാനാ? അമ്മേ ഒന്നും നിർത്ത്. പണിക്ക് പോകാനായിട്ട് പറഞ്ഞോണ്ടിരുന്ന. അല്ല ഞാൻ പണിക്ക് പോയ അമ്മ എന്ത് ചെയ്യും? അടുത്ത മാസം തന്നെ എനിക്ക് പെണ്ണ് നോക്കും. അമ്മേ ഇപ്പൊ എന്നെ പോലത്തെ പഠിക്കാത്ത പിള്ളേർക്ക് എളുപ്പത്തിൽ പണി കിട്ടും. പെണ്ണ് കിട്ടാനാ വളരെ കഷ്ടം. അതുകൊണ്ട് ആദ്യം പെണ്ണ് നോക്കാം, പിന്നെ പണി നോക്കാമേ. അതിന് അവളും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? വർഷങ്ങളായിട്ട് നീ മാത്രമല്ലേ അവളെ നോക്കുന്നുള്ളൂ. ആരാണിത്? നിന്റെ അച്ഛൻ. അങ്ങനെ പറയില്ല അച്ഛാ. നിങ്ങളും പ്രേമിച്ചല്ലേ കെട്ടിയേ? അമ്മ ഉടനെ ഓക്കെ പറഞ്ഞായിരുന്നു അച്ഛന്. അച്ഛന്റെ പേര് ETC കൊടുത്ത് സ്റ്റേഷനിൽ അച്ഛനെ ഇട്ട് ചെയ്തതല്ലേ? മറന്നു പോയോ അച്ഛോ? എടാ എത്ര വർഷമാടാ ഇങ്ങനെ ഇതും പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ? പറയും ഇത് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇവരെന്താ പെട്ടെന്ന് വില്ലന്മാരെ എവിടെ പോവാടാ? അമ്മേ വെള്ളം പിടിക്കാനായിട്ടമ്മേ. അതിന് കൊട എന്തി? കറക്റ്റ് ആയിട്ടല്ലേ ചോദിച്ചത്. കുടമില്ലാതെ എവിടെ പോവാടാ? വെള്ളം വരുന്നുണ്ടോ ഇല്ലേ നോക്കിട്ട് വരാം. എവിടോട്ടാടാ പോകുന്നേ? അവനെ ആ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി പോവല്ലേ, അതാ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്. കൈലിയും ബനിയനും മാറ്റുന്നതാണോ ഡ്രസ് ചേഞ്ചിങ്? അവനെ ഇങ്ങനെ ആക്കുന്നതേ നിങ്ങളാ. ആദ്യം നിങ്ങൾക്ക് അടി തരേണ്ടത്. മകനെ ബെസ്റ്റ് ഓഫ് ലക്ക്. പോടാ പോ. ഞാനും നോക്കിക്കൊണ്ടിരിക്കുവാ. കുറേ നാളായിട്ട് അവിടെ പുറകിന് നടക്കുമല്ലയോ. ഒരു ദിവസം അവള് നിന്നെ ചീത്ത വിളിച്ച് ഓടിക്കും. നോക്കിക്കോ, അപ്പോ മനസ്സിലാവും. മേരി, ഞാൻ ചെറിയ വയസ്സ് തൊട്ട് പ്രേമിക്കുന്ന സ്മോൾ പ്രോബ്ലം. ഞാൻ വൺ സൈഡായിട്ട് പ്രേമിക്കുന്ന എൻ്റെ സ്വന്തം മേരി. നിൽക്കുന്ന കണ്ടില്ലേ പൂവാലൻ. നിന്റെ കെട്ടിയൊന്നിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നു നോക്കിക്കോ.
എന്റെ പൊന്നമ്മച്ചി വേണ്ടടാ, വയസ്സായ വേണ്ട. കാലത്ത് നിക്ക് ഞാൻ ഞാനേ പൊക്കി തരാന്നേ. എടുത്തോളാം. വിടടാ. ഞാൻ തന്നെ എടുത്തോണ്ട് വീട്ടിൽ വേണ്ടടാ. ഒഴിച്ചു തരാം. വിടടാ. എന്റെ പൊന്നമ്മച്ചി വേണ്ട. പറയുന്ന വിടടാ. കേക്ക് ഞാൻ വേണ്ടാന്ന് എടുത്തോണ്ട് വരാം. പറഞ്ഞു. വിടടാ. അമ്മച്ചി പോടാ അവിടുന്ന്. അയ്യോ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നാണം കിടുന്നതാണ് എന്റെ പണി. അല്ല, ഇതൊന്നും എന്റെ പണിയല്ല ശരിക്കും. കാരണം ഇതൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ പണിയാണ്. അവന്മാരാണ് ഒരു പണിയില്ലാണ്ട് ഈ പണിയൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേ, സംഭവം സെറ്റ് ആയിക്കോളും. ജോണി പ്ലംബർ എന്ന് പറയും, പക്ഷെ ഇതുവരെ ഒരു പൈപ്പ് പോലും ഒഴിക്കാൻ അറിയില്ല. ഡാ ലോക്കലാണെങ്കിൽ ഏത് വേണം നോക്കുക. നിന്റെ ആളോ നല്ല ഫിഗറുമാണ്, കുറച്ച് ഇംഗ്ലീഷൊക്കെ നോക്കൂലേ. ഗുണ ഒരു പണിക്കും പോകത്തില്ല, പക്ഷെ നാട്ടുകാരുടെ മൊത്തം പ്രശ്നം ഇവനെ ഹാൻഡിൽ ചെയ്യുന്ന. യുവമാര് രണ്ടുപേരും എന്ത് പണിയാ നോക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ലവിനുള്ള ഐഡിയ തരുന്നത് മാത്രമാണ്. ഇടടാ ഇടടാ ഇടടാ. ഡാ, സൂപ്പറാ സൂപ്പറാ. എടാ ചേച്ചി ഔട്ടാക്ക്. ഔട്ടാക്കാം. സിക്സർ. ഹായ്. ഇവിടെ എത്തിയോ ഇവൻ? മാറിയിരുന്ന് വീഴല്ലേ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം നോക്ക്. ആ വർക്കാവുന്നുണ്ട്. ആ, ആ! ഒരു മിനിറ്റ് നിക്ക് മേരി, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല, ഇവിടുന്ന് പോ. ഞാൻ പറയുന്നൊന്ന് കേക്ക് മേരി. ഇത് റോഡാണ്, മര്യാദയ്ക്ക് പോ. അല്ല ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേക്കുന്നേ. ഛീ, എന്തൊരു ദേഷ്യ. എടാ നിങ്ങൾ പറഞ്ഞ കേട്ട് ഫോളോ ചെയ്ത് എന്റെ കാല് തേഞ്ഞു പോയതേ ഉള്ളൂ മിച്ചം. അവൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇനി ഞങ്ങൾ എന്താ എഴുതി തരാനാ? ചെറുപ്പം മുതൽ പ്രണയിച്ച പെണ്ണല്ലേ, കുറച്ചൊക്കെ സഹതാപം ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോ നിന്നെ കണ്ടതന്നെ അവൾക്ക് ദേഷ്യ. ഒന്ന് പോടാ. സ്വപ്നത്തിൽ മാത്രം അവള് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ തരുന്നതും പ്രേമിക്കുന്നതും. നേരിട്ട് കണ്ട കാറ് തുപ്പുവാടാ. അല്ല ഫ്രണ്ടായിട്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒരു നല്ല ഐഡിയ എങ്കിലും തന്നിട്ടുണ്ടോ ഇതുവരെ? നീ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിനക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോലും ഞങ്ങൾ വെറുതെ വിടില്ല. പ്രേമമാണ് നിന്റെ പ്രശ്നമെങ്കിലേ ആ പ്രേമത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുവോ? ദാ ഞാൻ ഉറപ്പിച്ച് പറയാ, എന്ത് നടന്നാലും ശരി, എന്റെ ജീവൻ കൊടുത്താലും ശരി, നിന്റെ പ്രേമം സഫലമാക്കിയിരിക്കും. ജീവൻ അവിടെയുണ്ട്. എന്റെ ജീവൻ നീയല്ലേ. പോടാ മൈരെ, നിനക്ക് വേറെ ആരും കിട്ടിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ? ആ അത്രേ ഉള്ളൂ. എടാ മച്ചാ, ഞാനേ എന്റെ ശരീരം കൊടുത്താൽ ഈ പ്രേമം സഫലമാക്കൂടാ. അതിന്റെ പേര് ആയിട്ടെന്നാ. അതെ, നീ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. പോടാ. വെയിറ്റ് ചെയ്തൊക്കെ മതിയല്ലയാ. കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് സ്ട്രേറ്റ് അടങ്ങി ചോദിക്കേ. എന്താ ഇത്? റോസ്. അത് മനസ്സിലായി. ഇതെന്തിനാ എനിക്ക് തരുന്നേ? നിനക്ക് തരാണ്ട് ഈ കുപ്പത്തൊട്ടി പോലെ ഉണ്ടല്ലോ ഈ സാധനത്തിന്, ഇതിനാണോ തരുന്നത്? അവളോടല്ലേ സംസാരിക്കുന്നത്, എന്നെ എന്തിനാ ഇതിന്റെ ഇടയ്ക്കിടുന്നേ? ഏയ് നീ മിണ്ടാതിരിക്കെ, ഞാൻ ചോദിക്കാം അവനോട്. ഇഷ്ടവാ, കല്യാണം കഴിച്ചോട്ടെ. കല്യാണം കഴിക്കാനോ? എന്തുവാടി ഇത്? എന്നെ സമാധാനായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലേ? ആദ്യം നീ ആരാണ്? നിന്നെ എന്തിനാ ഞാൻ കല്യാണം കഴിക്കണ്ടേ? എല്ലാരും നമ്മൾ നോക്കുവാ. കാണട്ടെ നിന്റെ സ്വഭാവം എന്താണെന്ന് എല്ലാരും അറിയട്ടെ. ഞാനും പാവാണെന്ന് നോക്കിയപ്പോ നീ കുറച്ച് ഓവറായിട്ട് പോകുന്നുണ്ട്. അയ്യോ ചളോയ്. ഡെയിലി ഫോളോ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യുന്നു. ഇംപ്രസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ആദ്യം പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്ക്. അതല്ലാതെ ആവശ്യമില്ലാതെ എന്റെ പുറകെ ഇങ്ങനെ ചുറ്റിയാലുണ്ടല്ലോ, എന്റെ തനി സ്വഭാവം നീ അറിയും. നിന്നെ കണ്ടാലേ എന്റെ വായിൽ ചീത്തകളാ വരുന്നത്. ഒരു 4 വാക്ക്, വെറും 4 വാക്ക് നിന്നെ ഞാൻ ചീത്ത വിളിച്ചോട്ടെ? പരനാറി, അഹങ്കാരി, ബുദ്ധിയില്ലാത്തവൻ, വൃത്തികെട്ടവൻ, നാണമില്ലാത്തവൻ, പെമ്പിളരുടെ പുറകെ ചുറ്റുന്നവൻ. ഛീ, വാടി പോകാം. നിന്റെ ഫോണൊന്ന് തന്നെ. എന്തിനാ? ഛീ, താ. ഫോണിനും പോലും സെറ്റാകുന്നില്ല, പിന്നെങ്ങനെ നിനക്കും എനിക്കും? ശരി പോവാ. എന്തു പറ്റി? എന്താണ് ഈ പറ്റിയത് നിനക്ക്? പോകുമ്പോ നന്നായിട്ടല്ലേ പോയത്? എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവളുടെ പുറകിന് പോവല്ലേ എന്ന് പറഞ്ഞത് ഇവൻ കേട്ടോ?
ഇന്ന് നടു റോഡിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തി വിട്ടു. എന്റെ മോനോട് എന്തെല്ലാം ചോദ്യങ്ങളാ ചോദിച്ചെന്നറിയാമോ? ആ ശാരദ എന്നോട് കളിയാക്കിക്കൊണ്ട് പറയുന്നില്ല. എനിക്ക് എന്ത് വിഷമമായെന്നറിയാവോ? ഇനി അവൾ എത്ര പേരോട് പറയുമെന്നറിയാവോ? അവനെ പ്രസവിച്ചതിന്. ഇപ്പൊ അവൻ എവിടെ കാണും? ആ എവിടെ കാണും? അവളെ വിചാരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും. പറഞ്ഞ കേള് ജീവിതം തന്നെ വേറെ റങ്ക് അതിന് നീയും പഴകാതെ ലവ് കാരണം തകർന്ന് നിൽക്കാതെ ഉലകം മൊത്തം ഉറണ്ടയടാ ഓടുന്നതും ഇടുക്കുന്നടാ പ്രേമമൊരു കൗമരവാരം അതിൽ തോൽവി വന്നാൽ തീരാശോകം എത്രയോ പെണ്ണിനുമുണ്ട് ഒരുത്തിയോട് മോഹം സോകത്തോട് നീ ഇരുന്നാൽ വരികില്ല നിനക്ക് ഉറക്കം എത്രയോ പെണ്ണിനുമുണ്ട് ഒരുത്തിയോട് മോഹം സോകത്തോട് നീ ഇരുന്നാൽ വരികില്ല നിനക്ക് ഉറക്കം വാടാ മച്ചാ പറഞ്ഞ കേള് ജീവിതം തന്നെ വേറെ റങ്ക് അതിന് നീയും പഴകാതെ ലവ് കാരണം തകർന്ന് നിൽക്കാതെ ഉലകം മൊത്തം ഉറണ്ടയടാ ഓടുന്നതും ഇടുക്കുന്നടാ പ്രേമമൊരു കൗമരവാരം അതിൽ തോൽവി വന്നാൽ തീരാശോകം മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ടു എന്റെ പ്രേമം ഞാൻ ചൊല്ലാൻ വന്നു കണ്ണീരോടെ തകരാൻ വിട്ടു എങ്ങനെ മനസ്സിലെ വേദന പറയുന്ന ജീവൻ പോലും തന്നിടും ഞാൻ നീ വിളിച്ച ഉടൻ വന്നിടും ഞാൻ ജീവൻ പോലും തന്നിടും ഞാൻ നീ വിളിച്ച ഉടൻ വന്നിടും ഞാൻ മനസ്സിൽ നിന്നും മാറ്റേ നിർത്തിയെന്ന നിന്നെ എങ്ങനെ മറക്കും ഞാൻ പെണ്ണെ എന്നിൽ തുടിക്കും ഹൃദയം നിന്നെ ഓർത്ത് മാത്രമാ നിന്റെ ഓർമ്മയിൽ എന്റെ ജീവിതം മുന്നോട്ട് പോകുമാ എന്നിൽ തുടിക്കും ഹൃദയം നിന്നെ ഓർത്ത് മാത്രമാ നിന്റെ ഓർമ്മയിൽ എന്റെ ജീവിതം മുന്നോട്ട് പോകുമോ പിള്ളേരെ ഒന്ന് പാട്ട് നിർത്തിക്കേ രണ്ട് പോയി അതുകൊണ്ട് ഞാനും പോവാ എടാ അളിയാ ഇങ്ങോ ഞാനെന്താ ബീപ് സോങ് ആണോ പാടിയത് ആദ്യം അങ്ങ് നിർത്തിയല്ലോ ലെറ്റ്സ് കണ്ടിന്യൂ തന്നാനേ തന്നാനേ താനേ തന്നാനേ തന്നാനേ താനേ നിക്കടാ അടിച്ച കളിയില് കെട്ടു ഇറങ്ങി നിക്കടാ. എടാ ഞാൻ എന്തിനാടാ അവളെ കണ്ടത്? എന്തിനാ അവളുടെ പിന്നാലെ പോയി ഞാൻ പ്രേമിച്ചത്? നിസിന്റെയുടെ കണക്കിനാണല്ലോ ബിൽഡപ്പ്. മച്ചാനെ എല്ലാം നിനക്ക് വേണ്ടി ഞാൻ നോക്കുന്നേ. ഇല്ല വായി തോന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞേനെ. മച്ചാ നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നേരെ പോയാൽ ലാസ്റ്റ് കാണുന്ന അവിടെ വീട് കാത് പൊട്ടുന്ന രീതിയിൽ നല്ല നാല് വർത്താനം പറഞ്ഞിട്ട് പോവാ. അതന്നെ ഞാൻ പോകില്ലെന്നാണോ വിചാരിച്ചത് നീ? ഈ ജന്മത്തിൽ നീ അവിടെ വീടിന്റെ പരിസരത്ത് പോലും പോകത്തില്ല. അളിയാ അവളുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. എടാ അവള് അന്നെ അവനെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇവനെ ആവശ്യമില്ലാത്ത അവളുടെ പുറകെ പോകുന്നേ. എടാ എന്റെ അമ്മോ ശരിടാ, അവള് പൂക്കാത്ത റോസായിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്താടാ പ്രശ്നം? അവളെ എന്നെയല്ലേ പറഞ്ഞതെല്ലാം. അങ്ങനെ നിങ്ങൾക്ക് ടെൻഷനായ ഇപ്പൊ പറയടാ, ഞാൻ അവളെ പൊക്കി എറിഞ്ഞേക്കാം. അവളുടെ മുഖത്ത് ആശ്രിതം കോരി ഒഴിച്ചേക്കല്ലോ. എന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാന്നാണ് പറഞ്ഞത്. അത് ശരി. നീ ഇതൊക്കെ നിന്റെ ദേഷ്യം കൊണ്ട് പറയുന്ന. എനിക്കുള്ള ദേഷ്യത്തിന് അവളെന്നെ കുറ്റം പറഞ്ഞ പോലെ ദിവസം അവളെ വഴക്ക് പറയാൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അതുകൊണ്ടാണ് ഞാൻ വാ പൊത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ നിനക്ക് നാളെ പകരം വീട്ടിക്കൂടെ? എടാ അതിന് ഫോൺ വേണ്ടേ? വെറുതെ പോയി ഒരു ഷോ ഇറക്കാൻ പറ്റില്ലടാ. ഒരു ഫോൺ മേടിച്ചോണ്ട് പോണോ അതിനൊക്കെ? എടാ മച്ച, നീ ഫോൺ വാങ്ങുന്ന കാര്യം സോപ്പ് വാങ്ങുന്നവരാണല്ലോ പറയുന്നത്. എടാ അവള് പറയുന്ന ഫോണ് 40,000 മുതൽ 50,000 മേലെ ആകും. നീ അത് മേടിച്ചോണ്ട് വരുമ്പോഴേക്കും അവള് പ്രേമിച്ച് കല്യാണം കഴിച്ച് പിള്ളേരും പ്രസവിച്ചിരിക്കും. അതോടെ നിന്റെ ജീവിതം കട്ടപ്പോക. അതിനുശേഷം നീ നിന്റെ വീട്ടിലിരുന്നുകൊണ്ട് 6 മണി കഴിയുമ്പോഴേക്കും TV സീരിയലും കണ്ടോണ്ടിരിക്കുകയുള്ളൂ. ഫോണ് കിട്ടി. ഞാൻ പറയുന്നത്
എന്താണ് എന്നോട് കക്കാനൊക്കെ പറയുന്നത്? ചെയ്യടാ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? പിടിക്കൊന്നില്ലടോ, അയാൾ അടിച്ചു നിറത്താൻ പറ്റി നിൽക്കുക. നമുക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനേ പോകുന്നില്ല. ചെല്ലടാ. അല്ല മച്ചാനെ, പോലീസ് പ്രശ്നം എന്തെങ്കിലും ആയാലോ? ഞാൻ വേണമെങ്കിൽ ഇൻസ്പെക്ടറെ ഫോൺ ചെയ്ത് പറയാടാ. അയ്യോ വേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. സ്റ്റേഷനിൽ നമ്മുടെ ആളുകളിയാ. നിന്നോട് സംസാരിക്കത്തില്ല, പറഞ്ഞേക്കാം. നിങ്ങൾ അയാൾ നോക്ക്, ഞാൻ പോയി ആംബുലൻസ് വിളിച്ചിട്ട് വരാം. എടാ എന്ത് ചെയ്യിപ്പോ? എടോ നീ അവന്റെ കാര്യം വിട്, ആദ്യം പോയി എടുക്ക്. ഞാൻ കുടുങ്ങിയ നിങ്ങൾ എല്ലാരും കൂടെ കൊടുക്കൂടാ. എങ്ങനെ ഈ ബുൾഡോസർ പോലെ റോട്ടിൽ കിടക്കുന്ന ഇയാള്? കൗൺസിലറാടാ, എങ്ങനെ എടുക്കൂടാ? നീ അങ്ങോട്ട് വന്നോണ്ടല്ലോ, നിന്നെ ശരിയാക്കി കളയും ഞാൻ. എടാ രാത്രി മുഴുവൻ നിങ്ങളുടെ തോലുരിച്ചെടുത്തില്ലേ? ഇപ്പൊ കൗൺസിലർ വരും, അയാളുടെ സെല്ല് വരെ മോഷ്ടിക്കാൻ നോക്കിയതല്ലേ? അയാള് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചവിട്ടി കൊന്നു. നമസ്കാരം നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ പറഞ്ഞത്. നമസ്കാരം. എന്റെ പുലിക്കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. മോനെ, മോനെ നിനക്കൂടെ. നിലനിർത്തി നിങ്ങള്, ചെറുപ്പക്കാരുടെ അഭിമാനമാണ് നിങ്ങൾ നിലനിർത്തിയത്. നിങ്ങൾ ഫസ്റ്റ് എഴുന്നിട്ട് ഓക്കേ സാറേ, നമ്മുടെ പിള്ളേരാ, അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നെ രക്ഷിക്കുകയല്ലേ ഈ പിള്ളേര് ചെയ്തത്. എന്നിട്ട് ഇവരെ പിടിച്ച് ഇവിടെ ഇരുത്തിയായി എങ്ങനാ സാറേ? ഓ ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകോളൂ. ഇന്ന് രാവിലെയാ ഞാൻ ഈ കാര്യം അറിഞ്ഞത്. രാത്രി തന്നെ അറിഞ്ഞിരുന്നേ നിങ്ങൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. സാർ FIR വല്ല ഇട്ടോ? പിന്നെന്താ സാറേ, പിള്ളേര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, കൂട്ടിക്കൊണ്ട് പോട്ടെ. സന്തോഷമായിട്ട് കൂട്ടിക്കൊണ്ടുപോക്കോളൂ. ഇനി എന്താ ആലോചിക്കാനാ? സാറ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ലേ? ഇനി രാത്രി അവിടെ എവിടെ ചുറ്റിക്കിറങ്ങാതെ മര്യാദയ്ക്ക് വീട്ടിൽ പോയിക്കോണം. ശരിയെന്ന് പറ പിള്ളേരെ, ഒന്ന് തലവുലുക്ക്. അമ്മേ, 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 മേ അമ്മയോ? എവിടെടാ പോയത്? അമ്മ, നീ എവിടെ അമ്മ, പോയെന്നാ? അടിക്കില്ലേ, അമ്മ, അമ്മ. പറയടാ. ഡാ, നീ എവിടെ അമ്മ, പോയത്? അമ്മ, പറയടാ. അടിക്കില്ലേ, അമ്മ. പോലീസ് സ്റ്റേഷനിൽ അയ്യോ, പോയി എന്റെ പൊന്നമ്മ, അടിക്കില്ലേ, അമ്മ, വേഗം എടുക്കും, അമ്മ. എലിയടാ. പറയടാ. അമ്മ, അമ്മ, അടിക്കില്ലേ, അമ്മ, please വന്നിക്ക്. ആ പെണ്ണിനെ വഴക്ക് പറഞ്ഞ വിഷയം അമ്മയ്ക്ക് എങ്ങനെയും വന്നിരിക്കും. അത് വിട്. ഞാൻ സ്റ്റേഷനിൽ പോയ കാര്യം അമ്മയ്ക്ക് എങ്ങനെയാ? കൈയെടുക്കടാ. വിഷയം മാറ്റാതെ മര്യാദയ്ക്ക് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എന്തിനാ പോയത്? പറയടാ. ഓ നിർത്തമ്മ ഇതൊന്ന്. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. സ്റ്റേഷൻ ഇടിക്കാൻ പോകുമെന്ന് അവര് പറഞ്ഞു. അതാ ലാസ്റ്റ് ആയിട്ടൊന്ന് കണ്ടിട്ട് വരാന്ന് ഓർത്തു. അതുകൊണ്ടാ. ഇത് ചുമ്മാ അറിയാണ്ടല്ലോ. പൊയ്ക്കോടാ, പൊക്കോ. എനിക്ക് മനസ്സിലാവത്തില്ലയോ? അത്താഴം കഴിക്കാൻ ഇങ്ങി വരത്തില്ലയോ? അപ്പൊ ഞാൻ വിഷം തന്നു കൊല്ലും നിന്നെ. എത്ര നേരടാ വെയിറ്റ് ചെയ്യേണ്ടത്? ഒന്ന് പോടാ അവിടുന്ന്. അമ്മയാണെങ്കിൽ എപ്പം നോക്കിയാലും ഒരേപോലെ സംസാരിക്കും. രാത്രി എവിടെ പോയി, എന്തിനാ പോകുന്നത്, എന്തിനാ വൃത്തികെട്ടന്മാരുടെ കൂടെ ചുറ്റുന്നെന്ന് പറഞ്ഞ ഭയങ്കര വഴക്കാടാ. ആ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് വരുന്നതിന് എന്റെ അമ്മോ അതുകൊണ്ടാണ് മച്ചാ ഞാൻ വീട്ടിലേക്ക് പോവാത്തെ. ഞാൻ വീട്ടിലെങ്ങാനും ചെന്നാലുണ്ടല്ലോ എന്നെ കട്ടിലോട് ചേർത്ത് കെട്ടി പൂട്ടി അവിടെ കിട്ടേക്കും. എന്തിനാ വയസ്സായ കാലത്ത് അവരെ കഷ്ടപ്പെടുത്തുന്നേ? എന്താ മച്ചാനെ പറയുന്നത്? രണ്ടുപേരും അപ്പൊ വീട്ടിൽ പോയില്ലേ? അത് ശരി. എന്താണ് പ്ലാൻ? ഇപ്പൊ എനിക്കൊരു ഫോൺ വേണം. എന്താ മച്ചാ, കുളിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വെള്ളത്തിൽ പോയായിരുന്നു? എടാ നിന്റെ തലയ്ക്ക് എന്താ വെളിവില്ലേ? അവളെന്നെ കളിയാക്കിയത് ഒരു പുതിയ ഫോൺ മേടിച്ച് നീ അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് മറന്നോടാ? മറന്നോടാ മക്കളെ? അത് ശരി. ഇന്നലെ രാത്രി നീ പറഞ്ഞ കഥയൊക്കെ മറന്നു കാണുന്ന വിചാരിച്ചത്. വീണ്ടും ഒന്നേ തുടങ്ങിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ പ്രഷർ ഉള്ളപ്പോ മാത്രമാ ചെയ്യാം എല്ലാം എന്നൊക്കെ പറയത്തുള്ളൂ അല്ലേ? അപ്പൊ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ എല്ലാം മറന്നേക്കോ, അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ നാണം കേട്ടതോ? അതല്ല മച്ചാനെ. എടാ വാടക്ക്, അതൊന്നും എനിക്ക് അറിയണ്ട. ആ പെണ്ണ് ഇത് തെറ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യണം, മനസ്സിലായോ?
അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഒരു പ്രേമവും വേണ്ട ഒരു പേരയ്ക്കും വേണ്ട. നീ പറഞ്ഞു ശരിയാ. ഇനി നീ എന്തിനാ ഫീൽ ചെയ്യുന്നേ? നീ കാരണം ഞങ്ങൾ എന്തിനാ ഫീൽ ചെയ്യുന്നേ? നീ അവളെ വിട്ട് പിരിയാൻ തീരുമാനിച്ചില്ലേ? വിട്ടേക്ക് മച്ചാനെ. ഇനി നമ്മളുടെ ഭാഗത്ത് നോ ലവ്, നോ ടെൻഷൻ. വെറുതെ സമയം പാഴാവാണെന്നേ. ജോളി ആയിരിക്കടാ. കൈ ഉറ. എന്തുകൊണ്ട് വെച്ചാ കൈ വിളിക്കോ? അവളെ തീർച്ചയായിട്ടും പകരം വീട്ടുമല്ലോ നമ്മള്. ഫോണിൽ കൊടുത്തിരിക്കടാ. അളിയാ, നിന്നെ വിശ്വസിച്ചടാ വന്നേക്കുന്ന. കയ്യിലാകെ 300 രൂപയുള്ളൂ. എല്ലാം നല്ല ഫോൺ കിട്ടുവോടാ? മച്ചാ, ഇവിടെ 30 രൂപയ്ക്ക് ഫോൺ കിട്ടുന്ന സ്ഥലമാ. 4000, 4500, 5000. 4000, 4500, 5000. ചേട്ടാ, ഇതില് കുറച്ച് റേറ്റ് കമ്മിയില്ലേ? 1500 കാണിക്കട്ടെ ചേട്ടാ, അതിലും വില കുറച്ചോ? അതിലും കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 100-150 നോക്കാലോ അല്ലേ? അത്രയ്ക്ക് ചീപ്പൊന്നും വേണ്ട. ഹൈ റേഞ്ച് ആയിട്ടെ ഒരു 300 രൂപയ്ക്ക്. നേരം വെളുത്തപ്പോ തന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 1300 രൂപ ഫിക്സഡ് റേറ്റ്. എന്താ എടുക്കാല്ലേ? അണ്ണാ, സത്യമായിട്ട് ഞങ്ങളുടെ 300 രൂപയുള്ളൂ. അതിനെ പറ്റിയൊരു മൊബൈൽ ഇതാ. പോവാൻ നോക്കി. രാവിലെ വന്ന് പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഞങ്ങളാണോ കയറി വന്ന്? നിങ്ങളല്ലേ പോയവരോ? വാന്ന് വിളിച്ചു. മച്ചാ, ഇവന്റെ തല കണ്ടിട്ട് ആമത്തോട് പോലെയല്ലേ? ഇങ്ങോട്ട് വാടാ. പോവാൻ നോക്കടാ. മൊബൈൽ ഇട്ടില്ലടാ. നിങ്ങൾ ചോദിച്ച ഫോണാ. ഇതാണോ ഫോണ്? കണ്ടിട്ട് ഫോൺ എന്തോന്ന് ഇത്? ഫോൺ ചോദിച്ചപ്പോ ഫോണിനകത്തിരിക്കുന്ന ബാറ്ററി എടുത്ത് കാണിക്കുകയാണോ? അണ്ണൻ ചോദിച്ചില്ലേ ടച്ച് വിത്ത് 4G? അതാ ഇത്. കോപ്പ് ഏലിക്കുഞ്ഞു പോലെ ഉണ്ട്. ഇതാണോ 4G? നീ എന്തിനാണ് വെറുതെ ആ കടക്കാരോട് ചൂടാൻ പോകുന്നേ? അവന്മാരിൽ ഒന്നിച്ച് വന്നാലോ നമ്മളെ വെട്ടി നുറുക്കും. നോക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഒരു 6 മാസം വെയിറ്റ് ചെയ്തേ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് അവളെക്കാളും വലിയ ഫോൺ മേടിച്ചു കൊടുക്കാം. പറയളിയാ, ഇവന് എന്തൊരു ടെൻഷൻ. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അവൻ എങ്ങോട്ടേ പോകുന്നേ? വിട്ടേക്കടാ, എങ്ങോട്ട് പോവാനാ? അവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല ഏട്ടാ. ബാഗ് ജോലി ആൾക്കാരെന്താ പറയണേ? കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഓടിക്കോ. എടാ, എന്റെ കൂടെ വാടാ. എന്റെ കൂടെ വാടാ. അയക്കോ നിക്കാനാ പറഞ്ഞടാ. എടാ, എന്റെ മൊബൈൽ വന്നിട്ട് ഒന്ന് ചെയ്യടാ. ഇവിടെ ആരാടാ വീട് ഇട്ടൊക്കെ വെച്ചത്? വീട് രാക്ഷസന്റെ സ്വന്തക്കാരനാണോടാ ഇവൻ? എന്താടാ നോക്കണത്? അണ്ണാ, ഒരു മിനിറ്റ്. ഫോൺ എന്തിയടാ ഇതിനകത്ത്? ഇതിനാണോടാ 50 കിലോമീറ്റർ എന്നെ ഓടിച്ചത്? ഇത് കാമുകിയെന്ന ഗിഫ്റ്റ് അല്ലേ? അതുകൊണ്ടല്ലേ പുറകെ ഓടി വന്നത്. കാമുകിയോ? ഒരു കാര്യം ചെയ്യട്ടെ. ഇനി നീ അവനെ എന്ത് ചെയ്യാനാ? ഇല്ല, ഒന്നുകൂടെ ബാക്കിയുണ്ട്. എന്തടാ? ഞാനും നിങ്ങളെ പോലൊരു കള്ളനാ. നിങ്ങൾക്ക് പ്രേമിക്കാൻ വേണ്ടി ഒരു മൊബൈൽ വേണം, അത്രേ ഉള്ളൂ. എണ്ണം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത് കണ്ട. ഞാനിപ്പോൾ പറയാൻ പോണത് ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ അടുത്ത് ചെയ്തില്ലേ, അതുപോലെ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഫോണും കിട്ടും കാശും കിട്ടും. എന്താ പറയുന്നേ? ചേട്ടാ, 3 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എവിടേക്കാ പറഞ്ഞേക്കണ്ടേ? റിച്ചിലേക്ക് വേണ്ട, ഗുഡൗണിലേക്ക് അയച്ചേക്കേ. ഇതുവരെ വലുതായിട്ട് എന്താ അടിച്ചു മാറ്റിയിട്ടുള്ളത്? അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചെലവ് കാശിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മൊബൈൽ അടിച്ച് മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വിചാരിച്ച് നിങ്ങളുടെ മോന്ത കട്ടപ്പഴേ മനസ്സിലായി ഒരു കാര്യത്തിനും കൊള്ളില്ല എന്ന്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഫോൺ അടിച്ചു മാറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ ഈ സാധാരണ ഫോണൊന്നും അടിച്ചു മാറ്റാൻ പാടില്ല. ഒന്നും അറിയാതെ കൈവച്ചാലേ പെട്ടുപോയേക്കും. ഫോൺ എവിടേക്കാണെന്ന് ആദ്യം ഇറങ്ങി തപ്പണം, എന്നിട്ട് വേണം ഇറങ്ങാൻ. അടിക്കുകയാണെങ്കിലേ കമ്പനി ഫോൺ വേണം അടിച്ചു മാറ്റാൻ. അപ്പോഴേ നിങ്ങൾക്കും വലുതായി കിട്ടൂ. ചേട്ടാ, ഉള്ളത് 2-3 കമ്പനിയല്ലേ, അതിലെങ്ങനെ നല്ല മോഡൽ നോക്കി എടുക്കുന്നത്? നിങ്ങൾക്കറിഞ്ഞതേ സാംസങ്ങും നോക്കിയും മാത്രമാണ്. ഇതല്ലാതെ വേറെ എന്തൊക്കെയുണ്ടെന്നറിയോ? മൈക്രോമാക്സ്, HTL, HTC, ഇൻഡെക്സ്, കാർബൺ, ലാവ, ലിനോവ, വീഡിയോകോൺ, ആക്സസ്, ഹുവായ്, വിവോ, ഓപ്പോ, ഡെൽ,
ഐക്കാൺ, മോട്ടോ, മൈക്രോസോഫ്റ്റ്, ബ്ലാക്ക്ബെറി, സോണി, തോഷിബ, പാനസോണിക്, ഫ്ലിപ്സ്, LG, റിലയൻസ്. ഇപ്പോ ജിയോ. അടിപൊളിക്കിന് ചെന്നൈ സിറ്റി, കലകലക്കിന് എന്നെ സുട്ടി, കണ്ണ് രണ്ടും തേടുന്ന് പൊന്നിന്, ആ പൊന്നിന്റെ പേരിൽ ഞാൻ ഞാറിടാ. അടിപൊളിക്കിന് ചെന്നൈ സിറ്റി, കലകലക്കിന് എന്നെ സുട്ടി, കണ്ണ് രണ്ടും തേടുന്ന് പൊന്നിന്, ആ പൊന്നിന്റെ പേരിൽ ഞാൻ ഞാറിടാ. അത് വേണോ ഇത് വേണോ ഏത് വേണമോ, കിട്ടിയിടം ലോക്കൽ റിച്ച് സ്ട്രീറ്റ് ആണ്. നീ കണ്ണടച്ചാ നിന്റെ പോണവിടയേ. നോക്കിയ, മോട്ടോറോള, സാംസങ്, കാർബൺ എങ്ങനെ അടിച്ചു മാറ്റണം ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നു. ആ സുസു പോണേ പോയാ പൊക്കുന്ന് കാണടാ, എല്ലാ ഫോണും അടിച്ചു മാറ്റേ പോണാ പൂക്കടാ. പോണേ വാങ്ങാൻ 300 പോയി ഞാൻ, എടുത്ത് താണവൻ പെണാടപ്പ് സൈസില്. ചേട്ടാ പോണേ എല്ലാം ഹൈടെക്കായി മാറ്റുന്നാടാ, പഴി പോണേ കൂടെ ഐഫോണായി മാറുന്നാടാ. എന്തൊക്കെയോ പരിപാടി സൂപ്പറായ ബിസിനസ് ഇടാ. സിറ്റിയുടെ ഉള്ളിൽ വന്നാൽ ₹1,00,000 പോലും തികയില്ല. തോന്നുമ്പോൾ എല്ലാം പോണേ മാറ്റിയിടും. പോണേ കണ്ടുപിടിച്ചവൻ ഇവിടെ വന്നാൽ തലതലുമാടാ. തോന്നുമ്പോൾ എല്ലാം പോണേ മാറ്റിയിടും. പോണേ കണ്ടുപിടിച്ചവൻ ഇവിടെ വന്നാൽ തലതലുമാടാ. നിങ്ങൾ കൊള്ളാട്ടോ, എൻജോയ്. എന്താ ചേട്ടാ, വെറും 4000 ഉള്ളോ? എല്ലാം ബ്രാൻഡഡ് അല്ലേ? ബ്രാൻഡെന്ന് വെച്ചാൽ എല്ലാം അടിച്ചു മാറ്റിയതല്ലേ? നീ നിന്റെ പാട്ടിന് കൊടുത്തിട്ട് പോയേക്കും. ഇനിയാണ് ഞങ്ങൾക്കിവിടെ ജോലി തന്നെ. ഒരു ഫോൺ പാക്ക് ചെയ്ത് സീലടിച്ച് കടക്കി പോകണമെങ്കിലേ അതിൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുടെ അധ്വാനം ഉണ്ടെന്ന് അറിയോ? ഇപ്പോൾ അകത്തേക്ക് പോയതേ വെറും നെറ്റ്വർക്ക് ചേഞ്ചിങ് മാത്രമാണ്. പിന്നെ അഴിക്കുന്നതും അഴിച്ചു മാറ്റുന്നതും ബോർഡ് മാറ്റുന്നതും പാനൽ മാറ്റുന്നതും അവൻ്റെ അടുത്തുനിന്ന് ഇവിടേക്ക് പോണതും ഇവൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോകുന്നതും പാക്കിങ്ങിന് ഒരാൾ, സീലിന് ഒരാൾ, ഡെലിവറിക്ക് ഒരാൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഫോൺ കടക്കി പോയി കമ്പനി ഫോണാണെന്ന് വിൽക്കുന്ന വരെ ഒരാൾ. ഈ എല്ലാവർക്കും 10 രൂപ കൊടുത്താലേ ഇവിടെ ജോലി നടക്കൂ. അല്ലെങ്കിൽ ഈ അടിച്ചു മാറ്റിയ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ടേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്താ മനസ്സിലായോ? വിട്ടോ. അടിപൊളിയാണ് ചെന്നൈ സിറ്റി, കലകലക്കിന് എന്നെ സുറ്റി. ഒന്ന് 2 3 4 5 6 7 8 9 10 ആ 10-നുള്ളിൽ ഇരിക്കുന്നാടാ നിന്നോട് സ്വത്ത്. മായാ ബസാറാണ്, ഉള്ളിൽ പോയാൽ ഉഷാറാണ്. കണ്ണോ അടച്ചാലോ പോക്കറ്റിലുള്ളത് പോയാലോ. കൂടെ നടന്നു വന്ന് നിന്നെ ഒന്ന് തട്ടി നോക്കും. മൂടനെ പോൽ വന്ന് എല്ലാം അങ്ങ് കൊണ്ടുപോകും. പിന്നെ നടക്കുന്നതെല്ലാം നീ ഒന്നും അറിയില്ല. ഉള്ളതെല്ലാം തൊലച്ചിട്ട് നീ നെഞ്ചിലതിച്ച് കരയാതെ. തരികിടകൾ നടക്കുന്ന നഗരമാനുടാ, പക്ഷെ എല്ലാരെയും ജീവിപ്പിക്കും ചെന്നൈയാനടാ. തരികിടകൾ നടക്കുന്ന നഗരമാനുടാ, പക്ഷെ എല്ലാരെയും ജീവിപ്പിക്കും ചെന്നൈയാനടാ. അടിപൊളിയാണ് ചെന്നൈ സിറ്റി, കലകലക്കിന് എന്നെ സുറ്റി. സോറി കിട്ടിയ. അയ്യോ
ഓ, ശ്ശേ, വില കൂടിയ മൊബൈൽ ആരടാ, എന്തുമാത്രം കഷ്ടപ്പെട്ട് അടിച്ച് മാറ്റിയതാ. കയ്യിൽ കിട്ടിയത് വായിലെത്താതെ പോയാളിയാ. മച്ചാനെ, ഫോൺ എടുക്കാനായിട്ടേ ബുദ്ധി മാത്രം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, പിന്നെ ബൈക്കും വേണം. പേടിക്കണ്ട. ഏത് ആംഗിൾ നോക്കിയിട്ടും ബൈക്ക് പോലെ തോന്നില്ല. പേരയ്ക്ക കഴിക്കാനായിട്ട് പഴയ ആക്രിയൊന്നല്ല ചോദിച്ചേ, ഞാൻ ചോദിച്ചത് ബൈക്ക്. അതെ. എടാ എന്താ കളിയാക്കുവാ? അങ്ങനെ എല്ലാം തോന്നിയാ? ഇതാണ് ബൈക്ക്. അതൊന്ന് എഴുതി വെക്ക്, എന്നാലേ മനസ്സിലാവൂ. എടാ, ആ വെള്ളപ്പൊക്കത്തിൽ വന്നപ്പോ നല്ല പളപളന്നായിരുന്നേ. ഇപ്പൊ എല്ലാം കുറച്ച് പഴയതായി. റെഡിയാക്കിയാലും സൂപ്പർ ആയിരിക്കടാ. ഇതൊക്കെ ഒരു മാറ്റർ ആണോ? ആദ്യം സ്റ്റാർട്ട് ചെയ്യടാ. സ്റ്റാർട്ട് ആവുന്നുണ്ട്. കാണിക്കുന്നത് മച്ചാനെ, നമ്മുടെ അടുത്ത് നിന്ന് കഷ്ടപ്പെട്ട് കാശ് വാങ്ങിച്ചാ ഈ ബൈക്ക് റെഡിയാക്കിയിരിക്കുന്നേ. ഈ സ്പീഡൊക്കെ മതി. എടാ നിർത്ത്. മച്ചാനെ നിർത്താനല്ലേ പറഞ്ഞു, നിർത്ത്. വണ്ടി സ്പീഡിലല്ലേ പോകുന്നേ? എന്താ? എടാ, അവിടെ ഒരുത്തം പെട്രോൾ ടാങ്കിന്റെ മേത്ത് ഫോൺ വെച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു എച്ചിയാന്ന്. അവനിലേക്ക് കോസ്റ്റ്ലി ഫോൺ ഉണ്ടാകാൻ പോകുന്നു. എടാ, എടുക്കണോ വേണ്ടെന്ന് പറ, അത് മാത്രം പറഞ്ഞാൽ മതി. വണ്ടി തിരിക്കും. ശരി ഞാൻ നോക്കണം. ഇതായിരിക്കും നോക്കിയേ. എടാ പോ പെട്ടെന്ന്. ഈ അഡ്രസ് എവിടെയാന്ന് ഒന്ന് പറയാൻ പറ്റുമോ? സർ, ഈ അഡ്രസ് എവിടെയാണെന്നൊന്ന്. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലേ എടാ എന്റെ ഫോൺ തരാൻ. മച്ചാ, അടിച്ചു മാറ്റി മൊബൈൽ ഒത്തിരി നേരം കൈ വെക്കണ്ട. അതിനകത്ത് സിം എടുത്ത് ദൂരക്കളാ. അതിന് മുമ്പായിട്ട് മേരിയുടെ അടുത്ത് കുറച്ച് ബാക്കിയുണ്ട്. കറക്റ്റ് അടിയില്ലല്ലേ? കൺഫേം ആണോ? കൺഫേം. ഓക്കെ. നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം. നിന്നോട് മിണ്ടാൻ എനിക്ക് ഇഷ്ടമില്ല. വഴിവിട്. അന്ന് നീ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടാണ്ട് കേട്ടതല്ലേ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ. അന്ന് നീ ചെയ്ത പ്രവൃത്തിക്കുള്ള മറുപടിയാണ് ഞാൻ നൽകിയത്, അത്രേ ഉള്ളൂ. ഓ, ഇപ്പോഴും നീ അതേപോലെ ആയിട്ടായിരിക്കുന്ന, ഒരു മാറ്റവും ഇല്ലല്ലേ. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പാടില്ലെന്നാ വിചാരിച്ചേ. പക്ഷെ ഇങ്ങനെ വിട്ട നിന്നെ ആരാ തിരുത്തുന്ന? പണം ഉണ്ടെങ്കിലേ എന്നെ പോലത്തെ പിള്ളേരൊക്കെ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ. എടി, നിന്നൊക്കെ എന്ത് പറഞ്ഞാ വഴക്ക് പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എടി, നിന്നെ പ്രേമിച്ചതിനെ ഞാൻ എന്തൊക്കെ കോമാളിത്തരവാ കാണിച്ചു കൂട്ടിയെന്ന് ആലോചിച്ചാൽ തന്നെ എനിക്ക് തലവേദനയായിട്ടുണ്ട്. എടി, ഫോണിന്റെ ഒപ്പം കമ്പയർ ചെയ്യുന്നേ. ഞാനും ഫോണും ഒന്നാണോ ഡി? അതോ നീ ഫോണിനെ കല്യാണം കഴിച്ച് അതിന് കൂടെയാണോ കുടുംബം നടത്തുന്നത്? ഫോണെന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന. നിന്റെ ഫോണൊന്ന് കാണിച്ച മോളെ. ചേ, ഒന്ന് കാണിക്കടി. ഓവറായിട്ടുള്ള ബിൽഡപ്പ്. എന്ത് ഫോണാ ഇത്? കമ്പനിക്കാരൻ തന്നെ മറന്നുപോയി കാണുമല്ലോ ഇതൊക്കെ. എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലേ ഇത്? അന്ന് നീ എന്റെ ഫോണ് പൊക്കിയിട്ട് പൊട്ടിച്ച പോലെ ഇന്ന് ഞാൻ നിന്റെ ഫോണ് പൊട്ടിച്ച് കളഞ്ഞെന്ന് വെച്ചോ, നിനക്കും എനിക്കും ഒരു വ്യത്യാസവും ഇല്ലണ്ടായേക്കും. എന്നാ പിടിച്ചോ. അന്ന് നീ എന്താ പറഞ്ഞ? 4 വാക്ക് നല്ലപോലെ ചോദിക്കട്ടെന്നല്ലേ. ഇപ്പോ ഞാൻ ഒരു വാക്ക്, ഒരേ ഒരൊറ്റ വാക്ക് പറയട്ടെ. വരട്ടെ. പറയടി. ഹലോ, കേക്കുന്നില്ലേ? എന്താടി, ലവ് വന്നോ? ഞാൻ നിന്നോട് ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞു തൊലക്കേ. ഫോൺ വിളിച്ചിട്ടൊന്നും പറയാതെ മിണ്ടാതിരുന്ന എനിക്കെങ്ങനെ അറിയാനാ? അത് പിന്നെ
ഇന്നവ എന്നെ നാണം കെടുത്തിയില്ലേ? നാളെ മുതൽ ഞാൻ എങ്ങനെയാടി അതുവഴി നടന്നു പോകുന്നത്? എല്ലാരും നോക്കില്ലേ? എനിക്ക് നാണക്കേടാകുന്നു. ഓ, ഇപ്പോഴാണോ നിനക്കത് മനസ്സിലായേ? അപ്പോ നീ അവനെ അപമാനപ്പെടുത്തിയതോ? നിനക്ക് ആ സിറ്റുവേഷൻ വന്നപ്പോഴാ മനസ്സിലായതില്ലയോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലടി. അങ്ങനെ തന്നെ. പാവല്ലോടി അവൻ. കൊച്ചിലെ തൊട്ട് നിന്റെ പുറകെ നടക്കൂല്ലേ അവൻ? നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുകൂടെ നിന്റെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം നിന്നെ വഴക്ക് പറഞ്ഞാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പക്ഷെ അവൻ നിന്നെ വഴക്ക് പറഞ്ഞല്ലടി. വഴക്ക് പറയുന്നത് പോലെ അവന്റെ സ്നേഹം നിന്നോട് പറഞ്ഞിട്ട് പോയതാ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഹലോ ഹലോ, എന്തുവാടി കേക്കുന്നില്ലയോ? പരനാറി, അഹങ്കാരി, ബുദ്ധിയില്ലാത്തവൻ, വൃത്തികെട്ടവൻ, നാണമില്ലാത്തവൻ, പെമ്പിളൊരു പുറകെ ചുറ്റുന്നവൻ. ലവ് യു. വരട്ടെ. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. അലിയാ. വർത്താനം പറയടാ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഹാപ്പി ആയിട്ട് കുടിക്കുകയാണ്. സമ്പാദിച്ച് കുടിക്കുകയാണ്. എന്തു പറ്റിയടാ? ഫീലിങ്സ് ആടാ. ഓഹോ, എന്റെ ഫീലിങ്സ്. എടാ നീ പറയടാ, എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും പപ്പി ലവ് എങ്ങനെയാടാ മറക്കുന്നത്? ഓക്കെ ബച്ചാ, അവൾ ഇപ്പോഴേ പപ്പിയല്ല, ഡപ്പി. എടാ അവള് ഡപ്പിയായിട്ട് തന്നെ ഇരിക്കട്ടെ. എടാ അവളെന്നെ ഇഷ്ടമല്ലെന്ന് പറയുവാടാ. ഇഷ്ടപ്പെട്ടാ വാ, ഇഷ്ടപ്പെട്ടില്ലേ പോ. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞത് അവളെ വല്ല സൂയിസൈഡൊക്കെ ചെയ്യുവല്ലോ. അവളെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ സൂയിസൈഡ് ചെയ്യാനോ? നിന്നോടൊക്കെ സംസാരിക്കുന്ന ഞങ്ങളാണ് സൂയിസൈഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കിയ മച്ചാ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് അവരുടെ ഫീലിംഗ് സ്റ്റാർട്ട് ആകാൻ തുടങ്ങിയിരിക്കുന്നത്. അടിച്ച കല്ലാണ് സത്യം. അവളിടവപ്പാതയിൽ പെയ്ത മഴയടാ, മയക്കുണവെണ്ണ വർണ്ണച്ചിലയടാ. അവൾ പാടി പറക്കുന്ന നീലക്കുയിലടാ, കൊഞ്ചി കലയ്ക്കും വെള്ളപ്രാവിടാ. ആറ്റുവെള്ളത്തിൽ മീനും ഇല്ല, ആറ്റിൻ കരയിലോ കാറ്റും ഇല്ല. ആറ്റുവെള്ളത്തിൽ മീനും ഇല്ല, ആറ്റിൻ കരയിലോ കാറ്റും ഇല്ല. ചില്ല് ചില്ല് വെള്ളം ആറ്റില്, അതിൽ നീയുമായി കിടക്കാം ഇങ്ങനെ. അയ്യോ കാന്തമാണ് നിന്റെ കണ്ണുകൾ, എന്നെ മയക്കിയ കണ്ണുകൾ. ഉറക്കം കണ്ണ് കെട്ടുന്നു നിന്റെ കണ്ണുകൾ എന്നെ ചുറ്റുന്നു. കണ്ണുകൾ കണ്ട് ഞാനും മയങ്ങിപ്പോയി നിൽക്കുന്നു. സത്യം ചെയ്ത് പറയാം കാന്തമാണ് നിന്റെ കണ്ണുകൾ. മിന്നും നക്ഷത്രം പോലെ എൻ്റെ അരുകിൽ നിന്ന് കണ്ണുകൾ മയക്കുന്നു. അവളിടവപ്പാതിയിൽ പെയ്ത മഴയടാ, മയക്കുണവെണ്ണ വർണ്ണച്ചിലയടാ. അവൾ പാടി പറക്കുന്ന നീലക്കുയിലടാ, കൊഞ്ചി കലയ്ക്കും വെള്ളപ്രാവിടാ. ഓർമ്മകൾ മനസ്സിൽ വച്ചു നിനക്ക് ഞാൻ കോവിൽ കെട്ടുന്നു. എന്റെ കണ്ണുകൾ നിന്നെ മാത്രം
കാണാൻ പൂജ ചെയ്യുന്ന കല്യാണം ചെയ്താലോ നിന്നെ കണ്ണിൽ ചൂടിച്ചോലും പിശുക്കനാനു ഞാൻ നിന്നാൽ കർണനായ കരങ്ങളല്ല എന്റെ മനസ്സ് കണ്ണ് കൊണ്ടുപൊടിയാക്കിയേ അവളുടെ പാതിയിൽ പെയ്ത മഴയടാ മയക്കുണ വെണ്ണ വർണ്ണ ചിലയടാ പാടി പറക്കുന്ന നീലക്കുയിലടാ കൊഞ്ചി കലയ്ക്കും വെള്ളപ്രാവിടാ ആറ്റുവെള്ളത്തിൽ മീനും ഇല്ല ആറ്റിൻ കരയിലോ കാറ്റും ഇല്ല ചില്ലി ചില്ലി വെള്ളം ആറ്റില് അതിൽ നീയുമായി കിടക്കാം ഇങ്ങനെ അതിൽ നീയുമായി കിടക്കാം ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ അയ്യോ ഞാനിങ്ങനെ പിടിക്ക്. പഴയ കണക്കെല്ലാം തീർന്നു. ഇനി ഫോൺ വന്നാലേ ഉള്ളൂ. മനസ്സിലായോ? വിട്ടോ. അണ്ണാ ആരടത്? ആ വാടാ. എന്താ കാര്യം? ചരക്ക് വാ അകത്തേക്ക് വാ. എന്താ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടണ്ണ വാ. അവന് നമ്മളെ പോലെ അല്ലടാ. അവൻ മാത്രം എങ്ങനെയാ ഉള്ളി പോയത്? അവൻ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് വെച്ചിട്ടുണ്ടോ? എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവൻ എന്തെങ്കിലും കാര്യം കാണൂടാ. എന്ത് മാറ്ററായ എന്താ? എന്തായാലും പുറത്തു വരണല്ലോ. നമ്മള് കണ്ടിട്ടേ പോകത്തുള്ളൂ. നിക്ക്. ചുമ്മാ ലൂസ് പോലെ സംസാരിക്കാതെ. നിക്കടാ. വെറുതെ പഞ്ചാരടിക്കല്ലേ. ജോലി നോക്ക്. ഭയ്യാ നോക്കി ബട്ടണ വറുത്ത്. ഭയ്യാ ഉറങ്ങല്ലേ. ജോലി എടുക്ക്. ഇത് കണ്ടോ ലൈറ്റ് ഇട്ടോണ്ട് നിന്ന് ഉറങ്ങുന്നേ. എടാ ഇന്ന് ജോലി തീർക്കണം. എന്താ വലുതും കാണുന്നുണ്ടോ? എടാ ഇതാ ഇത് എന്താണെന്ന് നോക്കിയിട്ടേ റേറ്റ് പറയും. ശരി. എന്താ നിങ്ങൾ ഇനിയും പോയില്ലേ? അവനെ എന്തിനാ അങ്ങനെ നോക്കുന്നേ? ആരാ ചേട്ടാ അവൻ? അവനെ മാത്രം എന്താണ് അകത്തേക്ക് കൊണ്ടുപോയി? അപ്പൊ കാണാൻ ഡീസന്റ് ആണെങ്കിൽ അകത്തേക്ക് വിടും അല്ലേ? അല്ലെങ്കിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാനെന്താ അകത്ത് പബ്ബ് നടത്താണോ നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടേ കാണിക്കാൻ? നിങ്ങളെന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. അവനും ഫോൺ മോഷ്ടിക്കുന്നവനാ. സാധാ ഫോണല്ല, ഐഫോണാ. അതിലും 20,000 30,000 ഫോണൊന്നും അല്ല. ഓരോന്നും 1 ലക്ഷം 1.5 ലക്ഷം വരും. 1.5 ലക്ഷത്തിന്റെയൊക്കെ ഫോണുണ്ടോ? ഐഫോണിന്റെ മോഡലിനനുസരിച്ച് കാശ്. അവൻ എടുത്തിട്ട് വന്ന ഫോണിനനുസരിച്ച് അവൻ കാശ് വേണ്ടി പോകുന്നു. എത്ര കാശാ ചേട്ടാ അത്? ഇവിടെ സ്റ്റാർട്ടിംഗ് ഐഫോണിന്റെ റേറ്റ് 40,000. എല്ലാം ഐഫോണിന്റെ മോഡലിനനുസരിച്ചാ. ഇതിലും കൂടുതലായി കിട്ടും. അപ്പൊ എങ്ങനെയാണെന്ന് പറയും, ഞങ്ങളും ചെയ്യാന്നേ. ഈ മോന്ത കണ്ട അങ്ങനെയൊന്നും ചെയ്യുന്ന പോലെ തോന്നില്ലല്ലോ. നിന്നെ കണ്ട അപ്പ പിടിക്കും. ഇതിനൊരു കുറവുമില്ല. ഇത് ശരിയാവില്ല. പറയാം. സംസാരം, ഡ്രസ്സ്, ശൈലി ഇതെല്ലാം മാറിയാൽ മാത്രമേ നിങ്ങൾ ഐഫോണിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറ്റൂ. ക്യാമറ, സെക്യൂരിറ്റി ഇതെല്ലാം കടന്ന് ഐഫോൺ എടുക്കുന്നത് വളരെ കഷ്ടമാണ്. രാത്രി മാത്രം യാതൊരു കാരണം വെച്ചാലും ഫോൺ അടിച്ചു മാറ്റാൻ പാടേയില്ല. അങ്ങനെ എടുത്താലും എടുത്ത 20 മിനിറ്റിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്ന് ചേർത്താലേ അതിനനുസരിച്ച് കാശ് കിട്ടും. ഐഫോൺ അടിച്ചു മാറ്റിയതിന് ശേഷം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താലും അടുത്ത 15 മിനിറ്റിൽ നിങ്ങളുള്ള സ്ഥലം കണ്ടറിഞ്ഞ് പോലീസ് നിങ്ങളെ എന്തായാലും പിടിച്ചേക്കും. നന്നായി മച്ചാനെ, നീ ഞങ്ങളോടൊപ്പം മാളിൽ വന്നില്ലല്ലോ. എവിടെ നോക്കിയാലും ചുറ്റി ക്യാമറ. അത് മാത്രമല്ലാണ്ട് 10 അടിക്ക് ഒരാൾ സെക്യൂരിറ്റി ഉണ്ട്. ഈ പ്രശ്നത്തിലെങ്ങാനും പോയി കുടുങ്ങിയ മൊത്തത്തിൽ തീർന്നു. അയാൾ പറഞ്ഞതുപോലെ ആ ജോലിക്ക് 40,000 രൂപയുടെ വർത്തുണ്ടോ? ദേ നോക്ക്, നമ്മളിപ്പോ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതങ്ങ് ഭംഗിയായിട്ട് ചെയ്താൽ മാത്രം മതി. മച്ചാനെ, നാളെ ഒരു ദിവസം കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ കഴിയാത്തത് വല്ലതും ഉണ്ടോ മച്ചാനെ? എടാ നിന്നെ തലയ്ക്കെന്താ വെളിവില്ലേ? കുടുങ്ങിയ മൊത്തത്തിൽ തീരുമെന്ന് പറയാ, പിന്നെ ട്രൈ ചെയ്യാന്ന് പറയുന്ന റോഡ് മാള് ഒന്നാണോടാ? എടാ ഇങ്ങോട്ട് നോക്ക്. ഐഫോൺ എന്ന് വെച്ചാൽ റിസ്ക് ആണ്. ഇപ്പോഴത്തേനെ നമ്മൾ എന്ത് ചെയ്തു അത് മാത്രം ചെയ്യാം. മനസ്സിലായോ? അത്ര ക്യാമറ സെക്യൂരിറ്റി കഴിഞ്ഞ് നമ്മളെ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താടാ മിണ്ടാണ്ടിരിക്കുന്നേ? ഞാൻ ഓക്കെയാണ്. എന്താടാ അടിച്ചു മാറ്റാൻ വരുന്ന ഐഡിയ ഉണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നിനക്കെന്താ ഐഫോണിന്റെ മേത്ത് പ്രാന്തായോടാ? വട്ടുപിടിച്ചു പോലെ സംസാരിച്ചോണ്ടിരിക്കാം. മിണ്ടാണ്ടിരിക്കടാ. ഛേ, ഫോൺ ഫോൺ ഫോൺ. ഇവൻ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് അറിയാമല്ലോ. ടെൻഷൻ ആവാതെ മച്ചാ. മച്ചാനെ, നീ വീട്ടിലോട്ട് പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. പോടാ, അവൻ പറഞ്ഞല്ലേ മച്ചാ.
ഇവൻ എന്ത് പറ്റിയടാ? ഐഫോണിന്റെ ഓർഡർ പോലും ഐഫോണിന് മേലെ ഇത്ര ഭ്രാന്തുണ്ടാവില്ല. ഇവൻ ആരുടെ ഐഫോണിനകത്ത് കൂടത്തരം കൊടുത്തെന്ന് മനസ്സിലാവുന്നില്ല. പൈസ കൂടുതൽ കിട്ടുവാണല്ലോ, അതുകൊണ്ടാ. നീ പോടാ, നമുക്ക് രാവിലെ കാണാം. ഇവൻ എന്തിനാ വിളിക്കുന്നത്? എന്താടാ മച്ചാനെ, ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ടാ. എന്താടാ നീ പറയുന്നേ? ഞാൻ പറഞ്ഞ കേക്ക്. ജോണിയും വിളിച്ചോണ്ട് 5 മിനിറ്റ് എന്റെ വീട്ടിലേക്ക് വാ. ഐഫോൺ അടിച്ചു മാറ്റിയതിന് ശേഷം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താലും അടുത്ത 15 മിനിറ്റിൽ നിങ്ങളുള്ള സ്ഥലം കണ്ടറിഞ്ഞ് പോലീസ് നിങ്ങളെ എന്തായാലും പിടിച്ചേക്കും. പക്ഷെ എങ്ങനെ കിട്ടുക? എടാ കൊടുക്കണ്ടോട് പെട്ടെന്ന് നിന്റെ പണി തീർന്നേടാ. കൈ കിട്ടിയാലോ പറഞ്ഞ കഴിഞ്ഞാൽ നിന്റെ പണി തീർന്നോ? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. അക്യൂസ്റ്റ് വീടുന്ന് എസ്കേപ്പ് ആയി സർ. അക്യൂസ്റ്റിന്റെ പേര് ഗുണ. അവന്റെ കൂടെ 2 പേരുണ്ട് സർ. ഓവർ. കുട്ടി ജോണി 2 പേരും എസ്കേപ്പ് ആണ് സർ. ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ചെക്കന്മാരെ എവിടെയും കാണുന്നില്ല സർ. ഓവർ. പോലീസ് റൗണ്ട് അപ്പ് സർ. മെയിൻ അക്യൂസ് ഗുണയുടെ അടുത്ത് എത്തി സർ. ഓവർ. നല്ല ആളുണ്ടെന്ന് ചാടരുത്. അയ്യോ, ഇനി എവിടെ പോയി നോക്കാനാ സാറേ? സാറേ, ഒരുത്തനെ കറക്കി എടുത്തു സാറേ. പക്ഷെ അടുത്ത് പോയി പിടിക്കാനായിട്ട് ചെന്നപ്പോ ഞങ്ങളുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവനൊരു പുഴയിലേക്ക് ചാടി സാറേ. അവൻ ഈ വെള്ളത്തിന്റെ അടിയിലുണ്ട് സാറേ. നമ്മുടെ ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. എന്ത് പറ്റി സാറേ? സ്വിച്ച് ഓഫ്. എൻ്റെ ഒരു ഭാവനയാണ് ശിവ. ഇവൻ മോളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോ പോക്കറ്റ് ഇരുന്ന ഫോണ് എന്തുകൊണ്ട് താഴെ വീണ് സ്വിച്ച് ഓഫ് ആയിക്കൂടാ? സാറേ, അതേ ഫോൺ മോളിലെ പാക്കറ്റിന് താഴെ വീഴാതെ വെള്ളത്തിലേക്ക് വീണ ശേഷം എങ്ങനെ സാറേ മൊബൈൽ സ്വിച്ച് ഓഫ് ആവുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയതാ സാറേ. ഭാവന. എഗെയിൻ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. നീ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. ഇനി ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇവന്മാരെ ഓടിക്കുന്നു, അവന്മാരും നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഏരിയയിൽ തന്നെ പല വഴിക്ക് തിരിഞ്ഞു ഓടുന്നു. നമ്മൾ കൺഫ്യൂസായ ആ ഗ്യാപ്പില് ഇവർ ഫോൺ പരസ്പരം കൈമാറുന്നു. അങ്ങനെ കൈമാറിയ ആ ഫോൺ എവിടെ ഒരിടത്തും മിസ്സാവുന്നു. താഴെ വീണ ആ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. ആ ഫോൺ ആരാണ് എടുത്തത്, അയാൾ ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയില്ല. സപ്പോസ് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഫോൺ ഇവന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ വെള്ളത്തിൽ വീണത് തീർന്നിരിക്കാം, ബെറ്റർ. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് രണ്ടവന്മാരുണ്ടല്ലോ, അവന്മാരിൽ ആരെങ്കിലും ഒരാളുടെ അടുത്ത് ആ ഫോൺ ഉണ്ടാവും.
വിടി ശിവ, ഫോണല്ലേ നമുക്ക് പിടിക്കാന്നേ. താൻ ചെയ്യേണ്ടത് ഇവൻ ആരാണെന്നൊന്ന് അന്വേഷിച്ചേ ഇവന്റെ പാരന്റ്സിനൊക്കെ വിവരം അറിയിച്ചേക്കെ. ആ പിന്നെ പ്രസിനോടും ആംബുലൻസിനോടും പറഞ്ഞേക്കേ. ശരി സാറേ. വീട്ടിലാരും ഇല്ലേ? ആരാ? ഗുണയുടെ അമ്മ ആരാ? ഞാൻ ഗുണയുടെ കുഞ്ഞമ്മയാ. അക്കാ, പോലീസ് വന്നിട്ടുണ്ട്. പോലീസാ? ഇതാ വരുന്നു സാർ. നിങ്ങളുടെ മോനെ പുഴയിൽ പൊങ്ങി ചത്ത് കിടപ്പുണ്ട്, വേണമെങ്കിൽ പോയി നോക്ക്. എന്തുവാ? എന്റെ മോനോ? എന്താ പറഞ്ഞെ? അയ്യോ, എന്റെ മോനോ? എന്റെ മോൻ മരിച്ചു കിടക്കുന്നോ? അയ്യോ, ഗുണ, ഗുണ, എന്നെ നോക്കടാ. ഗുണ, എന്നെ ഒന്ന് നോക്കടാ. ഗുണ, എഴുന്നേക്കടാ. ഗുണ, ഗുണ. അയ്യോ, അയ്യോ, ഗുണ, എഴുന്നേക്കടാ. ഗുണ, അയ്യോ. അയ്യോ, ഗുണ, അയ്യോ, ഗുണ, എന്റെ ഗുണ, അയ്യോ. ഒരു 5 മിനിറ്റ് അല്ലടാ നീ എന്നെ വിട്ട് മാറിയിരുന്നുള്ളൂ. അങ്ങനെ എന്താടാ ചെയ്തേ? എന്നെങ്ങനെ കുടിക്കല്ലോടാ, മൊത്തത്തിൽ കുടിക്കല്ലോടാ. അയ്യോ ദൈവമേ, എന്ത് ചെയ്യൂ? ഐഫോണിന് വേണ്ടി MLA-യുടെ മകൻ സത്യ എന്ന വ്യക്തിയെ 3 പേർ ചേർന്ന് കൊല്ലത്തിനടുത്തുള്ള ഒരു പുഴയിൽ വെട്ടിയെറിഞ്ഞിട്ട് ഐഫോണുമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അതിൽ ഗുണ എന്ന വ്യക്തി പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുഴയിലേക്ക് ചാടി മരിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ഐഫോണിന്റെ റേറ്റ് 40,000. അപ്പൊ എങ്ങനെയാണെന്ന് പറയും, ഞങ്ങളും ചെയ്യാന്നേ. കൂടെ ഉണ്ടായിരുന്ന 2 വ്യക്തികളല്ലാതെ മറ്റാർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ടെന്ന് പോലീസ് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നീ ഇവിടെ എന്തിനാ വന്നേ? എന്തിനാണ് വന്നേന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഞാൻ നീ എന്ത് പറയാനാ? നിന്നോടല്ലേ പോകാൻ പറഞ്ഞു. ചേട്ടാ, ചെക്കന്മാര് സീനാക്കി. പോലീസ് തരുന്നുണ്ട്. എന്താ ചെയ്യാന്ന് ഒരു പിടിയില്ല. ബസാറിലേക്ക് വാ. ശരി ചേട്ടാ. എന്തോന്നാടാ, ഇന്നലെ കണ്ടേ ഇല്ലല്ലോ. നല്ല പാർട്ടിയൊക്കെ ആയിരുന്നു തോന്നുന്നു. ഇല്ല, രാത്രി ചെറിയൊരു പാർട്ടി അത്ര തന്നെ. പാർട്ടി മാത്രമേ ഉള്ളായിരുന്നോ? ആ നിനക്ക് ബുദ്ധി തീരെയില്ലേ? എങ്ങനെയുള്ളവന്മാരെ ജോലിക്ക് വെക്കണമെന്ന് നിനക്ക് അറിയില്ലേ? മൊത്തത്തിൽ ഇപ്പൊ കൊണ്ടുപോയില്ലേ? ചുറ്റിനും നോക്കടാ. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ എത്ര നാളെ കഷ്ടപ്പെടുന്നത് നിനക്കറിയോ? 1 മിനിറ്റ് കൊണ്ട് എല്ലാം നശിപ്പിച്ചല്ലോ. നിന്നോട് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, മര്യാദയ്ക്ക് നമ്മൾ പറയുന്ന കേൾക്കുന്ന പിള്ളേർ മാത്രം മതിയെന്ന്. ഇങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന പിള്ളേർ നമുക്ക് എന്തിനാടാ? അതിന് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. ഇതാ നോക്ക്, കഴിഞ്ഞ മാസം 6 പേരെ പൊക്കിക്കൊണ്ട് പോയത്. എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ലേ? ചേട്ടാ, ആ ഐഫോണിനെ കുറിച്ച് വെറുതെ ചോദിച്ചിട്ടുള്ളൂ. ഞാനൊന്ന് വെറുതെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ചെക്കന്മാര് ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അതിലൊരുത്തൻ ഇന്നലെ ഗുഡൌണിലേക്ക് തന്നെ വന്നു. അവനെ അടിച്ചു ഓടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. എന്ത്? ഗുഡൌണിലേക്ക് എത്തിയെന്നോ? ഇതെന്താടാ ഫോണിൽ പറയാഞ്ഞേ? അത് പറയാൻ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾ നേരിട്ട് വരാൻ പറഞ്ഞത്. ഇതാ നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മാറ്റർ ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവനെ പൊക്കും. അതും കൊന്നത് MLA-യുടെ മോനെയാ. ഇതിന് ഒരേ മാർഗം, നീ ഇവിടുന്ന് പോകുന്നതാ. അതിൽ നീ പോവാൻ നോക്ക്. ശരിയാട്ടാ. ഒന്ന് വന്നേ. എന്റെ നമ്പര് പിള്ളേരെ വല്ലതും ഉണ്ടോ? ചേട്ടാ, ഇല്ലല്ല. എല്ലാരും എന്നെയാ വിളിക്കാറ്. നമ്മുടെ ആളുകളുടെ ഒരു നമ്പർ പോലും ചെക്കന്മാർക്ക് അറിയില്ല. ശരിപ്പിക്കോ. ചേട്ടാ, എങ്ങനെയാണെങ്കിലും ഒരു 1 അവറിനുള്ളിൽ പോലീസ് അവനെ പൊക്കും. അവനെ പൊക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് ഇവിടെ എത്തും. പിന്നെ ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഓടേണ്ടി വരും. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ
അതെ ചേട്ടായിയേ, അതെ ഒരു മിനിറ്റ് പോണ വഴിക്ക് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യോ? ചേട്ടാ അത് പിന്നെ ഒരു ചെറിയ ജോലിയുണ്ട്. പ്ലീസ് അർജന്റ് ആയിട്ട് ശരി ചേട്ടാ. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഇങ്ങനെ ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതിരുന്ന എന്തെങ്കിലും അസുഖം വരില്ലേ? എന്തു പറ്റി? സ്റ്റേഷനിൽ അന്വേഷിച്ചു നോക്കി, അവനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു നോക്കി, ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, അവനങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല. അവൻ വരും, തീർച്ചയായും വരും. പക്ഷെ നീ ഇങ്ങനെ ഇരിക്കുമ്പോ അത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. കുറച്ചെങ്കിലും ഒന്ന് കഴിക്ക്. അവൻ വരും. സർ, സർ, സാറിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നു. എനിക്കും വല്ലാത്ത വിഷമമുണ്ട്. അന്വേഷിച്ചു നോക്കിയപ്പോൾ പഴയ ആൾക്കാർ ആരുമല്ല ഇത് ചെയ്തിരിക്കുന്നത്, പുതിയ പിള്ളേരാണ്. ആളാരെന്നറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. ഇന്നലെ അവന്മാരെ പിടിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ മിസ്സായി. അതിലൊരുത്തൻ പേടിച്ച് ഓടി വെള്ളത്തിലേക്ക് എടുത്തിയാടി. അവനെ പിടിക്കാൻ ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് ശ്രമിച്ചിട്ടും അവന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. എന്തിനാ രക്ഷപ്പെടുത്തത്? എനിക്ക് ആ പിള്ളേര് വേണം. എന്നെ കൊണ്ട് എന്റെ മോന് കൊള്ളി ഒപ്പിച്ചില്ലേ? ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവന്മാരുടെ ഫോട്ടോ എല്ലാ മീഡിയയിലും ഫ്ലാഷ് ആയാലും സാരമില്ല. എന്റെ മോന്റെ 3ാമത്തെ ദിവസത്തെ ബലിയിടുന്നതിന് മുൻപ് ആ 2 പിള്ളേരെയും എനിക്ക് കൊല്ലണം. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് അവന്മാര് വേണം. ചേട്ടാ ഇവനെ കണ്ടിട്ടൊരു അഹങ്കാരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ മോന്റെ കേസ് തീർക്കുവോ? കുറച്ച് അഹങ്കാരമുള്ള പോലീസുകാരനെ കേസ് പെട്ടെന്ന് തീർക്കത്തുള്ളൂ. സാറേ ഇതൊന്ന് കഴിഞ്ഞോട്ടെ സാറേ. സാറേ ഒന്ന് പറയുന്നത് കേക്ക് സാറേ. സാറേ വേണ്ട സാറേ. എന്റെ മോനെ എനിക്ക് വേണം. എന്റെ മോനെ എനിക്ക് കാണണം. പക്ഷെ അവൻ എന്നെ കാണാൻ വരാൻ പറ്റില്ല. വീടിന് ചുറ്റും പോലീസുണ്ട് മോളെ. പോലീസ് എപ്പോ വരും, എന്ത് ചെയ്യുന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല മോളെ. എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല മോളെ. പക്ഷെ എനിക്കറിയാം, അവൻ തീർച്ചയായും നിന്നെ കാണാൻ വരും. അവൻ തീർച്ചയായും നിന്നെ കാണാൻ വരും. അവൻ വന്നു കഴിഞ്ഞ അവനെ വഴക്ക് പറഞ്ഞ് വിഷമിപ്പിക്കാതെ മോളെ. സത്യം പറഞ്ഞോളൂ. സാറേ അടിച്ച് പണി തീർത്തു സാറേ. ഒരുത്തിന് വായ തുറന്ന് ഒന്നും പറയുന്നില്ല സാറേ. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാ തോന്നണേ സാറേ. സാറേ അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ പുറത്തേക്ക് പറഞ്ഞേക്കാം സാറേ. പിള്ളേരെ ഫോൺ കിട്ടി സാറേ. കുട്ടിയുടെയും ഗുണയുടെയും വീട്ടിൽ നിന്നാണ് ഫോൺ എടുത്തിരിക്കുന്നത്. പക്ഷേ ജോണിയുടെ ഫോൺ മാത്രം വീട്ടിലില്ല. എവിടാണോ ഉള്ളത്? അമ്മ എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്തേ? ഞാനാണെങ്കിൽ ആകെ ഇവിടെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. ഗുണം മരിച്ചു പോയടാ. പോലീസ് എല്ലാം വന്ന് തിരക്കുന്നു. എനിക്ക് ഭയങ്കര പേടിയാടാ. നീ ഒന്ന് വന്നിട്ട് പോടാ. അതൊന്നുമില്ലമ്മേ, അമ്മ പേടിക്കണ്ട.
ഞാൻ വന്നോളാം. അതൊന്നും പറ്റില്ല. നീ ഇപ്പൊ വാ, എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ. അമ്മ പറയുന്നത് മനസ്സിലാക്ക്. ഞാൻ ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് പോടാ. എനിക്ക് നിന്നെ കാണണോടാ. ശരി, വരാം. ഫോൺ വെക്ക്. സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അവൻ തീർച്ചയായും വരും. എന്താന്ന് വെച്ചാ അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഓ, എന്റെ മോന് ഞാനെന്ന് വെച്ചാ ജീവനാണ്. സംസാരിച്ചു നോക്ക് സാർ, അവന്റെ അടുത്ത് ഒരു കുറ്റവും കാണില്ല. അവനെ വിട്ടേക്ക് സാർ. ഇപ്പൊ എന്താ കൊല ചെയ്തു എന്ന് പറഞ്ഞാ വന്നിരിക്കുന്നത്? ഒരു അന്വേഷണത്തിന് വന്നല്ലേ? ഓടി ഒളിച്ചാൽ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്നറിയാലോ. വരട്ടെ, സംസാരിക്കാം. എടാ ഇങ്ങോട്ട് വരല്ലേ, പോടാ. എടാ അങ്ങോട്ട് പോവാൻ പോലീസ് നിൽക്കുന്നെന്ന്. ഓക്കെ ഓക്കെ. ജോണി ഏട്ടാ, നിങ്ങളുടെ വീട്ടിൽ പോലീസ്. പോയേക്കാൻ ഏരിയയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ മോന് വരാൻ ഇത്ര നേരോ? ഒന്നുകൂടെ വിളിച്ചേ. സ്വിച്ച് ഓഫ് ചെയ്ത് സാർ. വിചാരിച്ചു ഞാൻ ഏരിയയിൽ തന്നെയുള്ള മോനെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുള്ള കാര്യം അറിയാതിരിക്കോ? സാർ, എന്റെ മോൻ ഒരു കുറ്റവും ചെയ്തിരിക്കില്ല സാർ. ഗുണ മരിച്ചതിനെ പറ്റി ആലോചിച്ച് അവൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. അവനെ വിട്ടേക്ക് സാർ. അപ്പോ നിന്റെ മകനോടെ വരാൻ പറ. 2 സെൽഫോണിന്റെ കോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സാറേ. ആദ്യം തന്നെ കുട്ടിയുടെ ഫോണിൽ നിന്ന് മേരി എന്നൊരു പെണ്ണിന് ഫോൺ പോയിട്ടുണ്ട് സാറേ. ആ പെണ്ണിന്റെ അഡ്രസ്സ് ഇവിടെയാണ് സാർ ഉള്ളത്. എന്നെ ചെറുപ്പം മുതലേ സ്നേഹിക്കുന്നുണ്ട് സാർ. ഞാൻ എത്ര വട്ടം ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും എന്റെ പുറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്യും. ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോണിലും ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാലും ദിവസവും 10-15 പ്രാവശ്യം എന്നെ കോൾ ചെയ്യും. എത്രയോ വട്ടം പറഞ്ഞു നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി. പക്ഷെ അവൻ പിന്മാറിയില്ല സാർ. പക്ഷേ അവനെ കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സാർ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കണം. എന്തോ നീ സംസാരിക്കുന്നത്? ഇത്രയും ധൈര്യമുണ്ടോ നിനക്ക്? ഒരു കൊലപാതകം ചെയ്തിട്ട് ഓടിയവൻ ജീവനോടെ വന്നാൽ കല്യാണം കഴിച്ചു. പിന്നെ മണികണ്ഠൻ എന്ന പേരുള്ള ആൾക്ക് ഫോൺ പോയിട്ടുണ്ട്. അവ സാധാരണ ആളൊന്നുമല്ല, സെൽഫോൺ മോഷ്ടാക്കളുടെ ഒരു ഏജന്റ് പോലെയാ. അതുകൊണ്ടാ അവൻ എല്ലാവരും ചേട്ടായി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ റിച്ച് സ്ട്രീറ്റിൽ 2 മൊബൈൽ ഷോപ്പ് വാടകയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുക. മോഷണ കേസ് അവൻ്റെ പേരിൽ ഒരുപാടുണ്ട്. ആ ചേട്ടായി എവിടെ? അദ്ദേഹം ഇവിടെ ഇല്ല സാർ. രാവിലെ പോയതാ, ഇതുവരെ വന്നില്ല. സത്യമായിട്ട് നിനക്കറിയില്ലേ? സത്യമായിട്ടും എനിക്കറിയില്ല സാർ. വിശ്വാസം ഇല്ലെങ്കിൽ അകത്ത് വന്ന് നോക്ക്. സാരമില്ല. അതേ, വന്ന ഉടനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാൻ പറ. മറക്കണ്ട. ആ ഓക്കെ സാറേ. സ്റ്റേഷനിൽ MLA വെയിറ്റ് ചെയ്യണത്രേ. ആ പറഞ്ഞോ. എന്താണ്? ഞാൻ ഇൻഫോം ചെയ്തേക്കാം സാറേ. ചേട്ടായി മരിച്ചുപോയത്രേ. ഗാന്ധിനഗറിലുള്ള തോട്ടത്തിൽ വെച്ച് വെട്ടിയത്രേ. സാറേ, ഇപ്പൊ സ്പോട്ടിലേക്കാണോ അതോ സ്റ്റേഷനിലേക്കാണോ? സ്റ്റേഷൻ. സർ, MLA ഇപ്പോഴാണ് സർ പോയത്. നിങ്ങൾ വന്ന ഉടനെ വിളിക്കാൻ പറഞ്ഞു പറയേണ്ടത്. ഓക്കെ. 2 പേർക്ക് ചിക്കൻ ബിരിയാണി പറഞ്ഞേക്ക്. മതിയോ സർ? മതി മതി. ശരി സർ. സാർ, അതിനുള്ളങ്ങ് പോയോ? എന്താ ഇൻസ്പെക്ടറെ, വാങ്ങിച്ചോണ്ട് പോയതങ്ങ് മറന്നോ? 3ാമത്തെ വിളിക്ക് മുമ്പ് അവന്മാരെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇനി അതിന് ഒരാഴ്ചയൊന്നുമില്ല, നാളെയാ. നീ നാട് മൊത്തം ചുറ്റിക്കറങ്ങുന്നതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണോ? വീണ്ടും ഞാൻ പറയുക, നീ എന്ത് ചെയ്താലും ശരി, നാളെ നേരം വെളുക്കുന്നതിനുള്ളിൽ പിള്ളേർ ഇവിടെ കാണണം. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നീ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം.
എന്തു പറ്റി സാറേ? ആ MLAക്ക് നമ്മൾ ജോലി ചെയ്യുന്ന കാര്യത്തിലൊരു സംശയം. ഓ അങ്ങനെ പറഞ്ഞോ? സാർ എങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നുള്ളത് ആ വീട്ടിൽ മേരി, എവിടേക്കാടാ പോയത് നീ? എവിടെയോ പോയത്? ഞാൻ നിന്നെ എവിടെയൊക്കെ തേടിയെന്നറിയാമോ? നീ ഇല്ലാതെ ഞാൻ എത്രത്തോളം പേടിച്ചെന്ന് നിനക്കറിയാമോ? എന്തു പറ്റിയടാ? എന്തിനാ നീ കരയുന്നേ? എന്താടാ പറ്റിയേ? ഒന്നുമില്ല. എനിക്ക് എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല മേരി. എങ്ങോട്ടാ ഓടുന്നതെന്ന് പോലും അറിയാൻ മേല. തലയ്ക്ക് മൊത്തം പ്രാന്ത് പിടിച്ച പോലുണ്ട്. ഇന്നലെ വരെ ഗുണം എന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ കൂടെ ജനിച്ചില്ലെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവനില്ലെന്ന് ഞാൻ വിചാരിക്കുമ്പോ, ചത്തൊന്ന് പേപ്പറിൽ കണ്ടപ്പോ അങ്ങനെ എന്റെ ചങ്കത്തടിച്ച് എനിക്ക് കരയണം പോലെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലടാ. ജാണി എവിടെയാന്നറിയാൻ മേല. എന്റെ അമ്മേനെ കണ്ടിട്ട് പല മാസമായി. എന്റെ അമ്മേനെ കാണണം പോലെ ഉണ്ട്. ഞാനില്ലെങ്കിൽ എന്റെ അമ്മ ഭക്ഷണം പോലും കഴിക്കില്ല, അറിയാവോ? എന്നെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞോണ്ടിരിക്കും. എന്താണ് പറ്റിയത്? എന്തിനാ പോലീസ് നിങ്ങൾ തേടുന്നേ? നിന്നെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ശരിയാക്കി തരണം. നീ എന്താ വിചാരിച്ചു? പ്രിയപ്പെട്ട കൂട്ടുകാരനാകുമ്പോ അവനോട് ജീവൻ കൊടുക്കില്ലേ? നീ അതൊന്നും ചെയ്യണ്ട, സത്യം പറഞ്ഞാൽ മതി. സത്യം മരിക്കുന്നതിന് മുമ്പ് അവൻ എൻ്റെ കൂടെയായിരുന്നു. ശനിയാഴ്ച രാത്രി ഒരു 11 മണിയുണ്ടാവും സർ. അവന് കോളേജിലൊരു പെണ്ണിൻ്റെ കൂടെ ഇഷ്ടമായിരുന്നെന്നും അവർ പുറത്തുപോയ കാര്യങ്ങളെക്കുറിച്ചുമായിരുന്നു ഞങ്ങളോട് പബ്ബിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനൊന്ന് പുറത്തു വരാൻ പറഞ്ഞിട്ട് പോയതാണ് സർ. ഞാൻ അകത്തുനിന്ന് പെട്ടെന്ന് അവനെ നോക്കിയപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, അവൻ അവിടുന്ന് ദേഷ്യത്തിൽ പോണത് കണ്ടു സർ. ഞാൻ അവനെ അവസാനമായിട്ട് കണ്ടത് അന്നാണ് സർ. ആ പെൺകൊച്ചാരാടാ? ജമുന, സെയിം ഡിപ്പാർട്ട്മെന്റ്. യമുന എന്നോട് സത്യയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല സാർ. എന്നോട് പറഞ്ഞതെല്ലാം അവൻ്റെ കൂടെ വെളിയിൽ പോവും, വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, ഇത് മാത്രമേ സാർ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. 2 ദിവസം മുന്നേ സത്യം മരിച്ചത് ന്യൂസിലാണ് ഞാൻ കണ്ടത്. അത് ജമുനയോട് പറയാൻ ഫോണിൽ ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളെ കോളേജിൽ വെച്ച് കാണുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ അന്ന് തൊട്ട് ഇതുവരെ കോളേജിലേ വന്നിട്ടില്ല. ഇതാ കൊച്ചിനോട് പറയേണ്ട ആവശ്യം എന്താ? എന്താന്ന് വെച്ചാ ജമുന താമസിക്കുന്ന സ്ഥലത്തിനടുത്താണ് സത്യാവെ വെട്ടിക്കൊന്നത്. അഡ്രസ്, ഫോട്ടോ. അവിടെ അങ്ങനെ വല്ല ലൈറ്റ് ഉണ്ടോ ഇടാ? ആ ശരി. വല്ല സ്വിച്ച് ഉണ്ടോ നോക്ക്. ആ നോക്കട്ടെ. ചേട്ടാ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഇടറാ. ഇവള് തന്നെയാ. ഹേയ് വച്ചേ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? ഇതാ നോക്ക്. നീ ആരാ? ഇതിനു മുൻപ് നിനക്ക് എന്താ സംഭവിച്ചേ? നിന്നെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് അതിനുള്ള സമയവും ഇല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം തന്നാ ഞാൻ അങ്ങ് പോയേക്കാം. മനസ്സിലായോ? ഒന്നും പറയുന്നില്ല. വിഡ്ഢി, ബുദ്ധിയില്ലോടാ. അവള് ചാവുന്ന പോലെ കിടക്കുക, എന്നിട്ട് അവളെ ചവിട്ടാൻ ചെല്ലുന്നു.
വാ വന്ന് ഇവിടെ ഇങ്ങോട്ട് ഇരുത്ത്. ശരി. എടി പാടി വാ. എടാ, എടാ, പതുക്കെ, പതുക്കെ. വെള്ളം വേണോ വെച്ചേ? വെള്ളം വെള്ളം. ഒരു പാവം പിടിച്ച വെച്ചാ അവളെ അടിക്കാൻ ചെല്ലുന്നു. ശരി, എന്താ സംഭവിച്ചെന്ന് പറ കൊച്ചെ, ധൈര്യമായിട്ട് പറ. എന്താ സംഭവിച്ചേ? എന്റെ മാമൻ എന്നെ പേടിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിട്ട് പോയി. എന്റെ അച്ഛനും വന്ന് മാമനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്നെ നിർബന്ധിച്ചു. അവനെ കല്യാണം കഴിക്കാൻ വീണ്ടും എന്നെ നിർബന്ധിച്ചാൽ പിന്നെ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അതിനുശേഷം മാമനെ കുറിച്ച് അച്ഛൻ എന്നോട് ഒന്നും മിണ്ടിയില്ല. ഇന്നലെ രാത്രി സമയം 1:30 കാണും. നിനക്ക് എന്നെക്കാളും MLA ചെക്കനാണ് വലുത് അല്ലേ? മാമ എന്നെ വിട്ടേക്ക് മാമ. നിനക്ക് കാശാണല്ലേ വലുത്. എന്നാ പോടി ചാടി. നീ എന്റേത് മാത്രമാണ്. നാളെ ഒറ്റൊരു രാത്രി മാത്രമേ നീ ഇവിടെ ഉണ്ടാവൂ. നാളെ ഒരു രാത്രിയാണെങ്കിൽ ഈ സമയത്ത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമായിരുന്നല്ലോ. ജമുന ഒന്നും ചെയ്യില്ല സാർ, എനിക്കൊന്നും ചെയ്യില്ല സാർ, എന്നെ വിട്ടേക്ക് സാർ. ആരോ വരുന്നല്ലോ. എന്റെ മോന്റെ പിന്നെ വലിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവൻ എന്തൊക്കെ പറയാൻ പോന്നു ചോദിച്ചു നോക്കാം. അടിച്ചടിച്ച് ബോറടിക്കുന്നതാ, കൈ വേദനിക്കുന്നു. നീ എന്നങ്ങ് പറ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ജമുനയെ ഞാൻ നിങ്ങൾക്ക് തന്നെ 2ാം തരമായിട്ട് അങ്ങ് തരാമെന്ന് കരുതുക. ഞാൻ പറയുന്നൊന്ന് ക്ഷമയോട് എനിക്ക് പറ്റില്ല അച്ഛാ. ഇനി അവനെ കല്യാണം കഴിക്കാനുള്ള കാര്യവും പറഞ്ഞ് ദയവ് ചെയ്ത് എന്റെ മുൻപിൽ നിങ്ങൾ വരരുത്. എന്നോട് ക്ഷമിക്കണം മോനെ, മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കല്ലേ. എന്നാ ശരി. ജമുനയെ കുറിച്ച് പറയാൻ നീ ആരടാ? ജമുന എനിക്ക് വേണം. ചാവടാ. ആരടാ നീ? ആരടാ നീ? എന്നെ ഇതിനെ കൊല്ലാൻ വരുന്നേ? നിനക്ക് എന്താണ് വേണ്ടത്? എന്നെ വിട്ടേക്കടാ. വേണ്ട. ചേട്ടാ നോക്കി ചേട്ടാ, വെള്ളം, കുറച്ച് വെള്ളം എടുത്തോളൂ. ചേട്ടാ വെള്ളം. എടാ അവരെ പോയി പിടിക്കടാ. വേഗം ചെല്ല്. ചേട്ടാ എന്റെ മോനെ കൊന്നത് ഇവനല്ല, ഇവന്റെ മോനിൽ ആരോ ഉണ്ട്. കുത്തിയവൻ ഇവിടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ചെല്, ചെന്ന് അന്വേഷിക്കും. ശരി ചേട്ടാ.
പറയടാ. ചേട്ടാ, നിങ്ങൾ തിരയാൻ പറഞ്ഞ ആളില്ലേ, അയാളെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കയ്യിലൊരാളെ കിട്ടി. അവനെ അടിച്ച് അന്വേഷിക്കുമ്പോഴേ അന്വേഷിച്ചപ്പോ നിങ്ങളുടെ ചെക്കന്റെ ഫോണ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയുള്ള? ഇൻസ്പെക്ടറെ, പറയൂ സാർ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ആൾക്കാർ ഒരു പയ്യനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ടി വി കണ്ട പയ്യനെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. നിനക്കവനെ നന്നായിട്ട് അറിയാമല്ലോ. വന്ന് അവനൊന്നൊന്ന് കൺഫേം ചെയ്യും. ഓക്കെ, വരാം സാർ. അവനിവിടെ സാറേ? അകത്തുണ്ട്. അവൻ തന്നെയാണോന്നൊന്ന് കൺഫേം ചെയ്താൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം. എടാ അവനെ കൂട്ടിവിടാടാ. സർ, ഇവനാണ് സർ, ഇവൻ തന്നെയാണ് സർ. ഇവനാ ഞാൻ. എവിടെയാണ് ഫോൺ? എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? പറയണം. ഇപ്പൊ നീ പറയുന്നുണ്ടോ എനിക്ക് ചാവണോ? എന്താ വേണ്ടത്? ഗുണ മരിച്ചതിന് ശേഷം ഈ കയ്യിൽ ഈ ഫോൺ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോഴാണ് MLA സ്റ്റേഷനിലോട്ട് വന്ന് ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുന്നത് ഞാൻ കണ്ട. സ്റ്റേഷനിൽ ചായ കൊടുക്കാമെന്ന ചെക്കനെ വിളിച്ച് എന്താ കാര്യം ഞാൻ ചോദിച്ചു. ഫോണിന് വേണ്ടിയേ MLA ചെക്കനെ തട്ടിയെന്ന് തോന്നേ. അവനെ കൊല്ലാൻ വേണ്ടി അവന്മാരൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിന് ചുറ്റും പോലീസ് നിൽക്കുന്ന അറിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട ഞാൻ മേരിയുടെ അടുത്ത് പോയെ. ആരുടെ കണ്ണിലും വീഴാണ്ട് ഈ ഏരിയ വിട്ട് പുറത്ത് പോകണമെന്നാണ് ഞാൻ അവിടെ നിന്ന്. രാത്രി ഒരു 11 മണി വരെ അവിടെ ഇരിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചോദിച്ചത്. അവിടുന്ന് ആർക്കും അറിയാണ്ട് രാത്രി ഇറങ്ങുമ്പോൾ കുത്തിയവൻ ഇവിടെ അടുത്തിടെയോ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ചെല്ല്, ചെന്ന് അന്വേഷിക്കുക. എവിടെയുള്ളത്? ആളിനെ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മോനെ എന്തിനാ കൊന്നെന്ന് അന്വേഷിക്കാതെ ഫോണിനെ കുറിച്ചാണല്ലോ നീ അന്വേഷിക്കുന്നത്. അന്ന് അവനോട് ഇങ്ങനെയല്ലേ അന്വേഷിച്ചത്? അത് തന്നെയാണല്ലോ ഇപ്പോൾ ഇവനോട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫോണിൽ എന്താ ഉള്ളത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഒന്നാലോചിക്കുമ്പോൾ നീ ഈ ഫോണിനെ പറ്റി അന്വേഷിക്കും തോറും ഈ ഫോണിന് വേണ്ടിയാണ് ഈ പിള്ളേർ എൻ്റെ മോനെ കൊന്നെന്നുള്ള സംശയത്തെക്കാളും ഇതേ ഫോണിന് വേണ്ടി നീ എൻ്റെ മോനെ കൊന്നു കാണുമെന്നുള്ള സംശയം എനിക്കിപ്പോഴുള്ളത്. അവൻ എൻ്റെ ഒരേ ഒരു മോനാ, എൻ്റെ സ്വത്തിൻ്റെ പിൻഗാമി, എൻ്റെ ഹീറോയാണ് അവൻ. അവനെ എങ്ങനെയൊക്കെ വളർത്തിയെന്നറിയോ? എനിക്ക് കൊള്ളി വെക്കേണ്ട മോന് എന്നെക്കൊണ്ട് കൊള്ളി വെപ്പിച്ചല്ലോ. എന്താ ഒന്നും മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് പറയാം കേട്ടോ. അവനെ കൂട്ടിക്കൊണ്ടുപോടാ. ആ പെങ്കോച്ചാരടാ? ജമുന, സെയിം ഡിപ്പാർട്ട്മെന്റ്. കൂട്ടിക്കൊണ്ടുപോടാ. സർ, എന്താടാ? 2 ദിവസം മുമ്പ് ഡ്രഗ് അഡിക്റ്റ് കേസിൽ എന്നെയും സത്യേനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സർ. അപ്പോഴാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചിരുന്നത്. ഞങ്ങൾ പോലീസിനോട് സംസാരിച്ച് ഞങ്ങളെ പുറത്തുവിടാൻ പറഞ്ഞിരുന്നു. അന്ന് സത്യേനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ നടന്നതിനെക്കുറിച്ചുള്ള വീഡിയോ മുഴുവനും എൻ്റെ കയ്യിലുണ്ട് സർ. ആ വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞ് നീ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം.
നാളെ രാവിലെ എൻ്റെ മോൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ അതിനു മുമ്പ് എൻ്റെ മോൻ്റെ മരണത്തിന് കാരണക്കാരനെ ഞാൻ ജീവനോടെ വിടില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിലൊരു പക്ഷെ നീ ബന്ധപ്പെട്ടാലും നീ ഇവിടുന്ന് ജീവനോടെ പോയില്ല. നീയല്ലേ ഫോൺ എന്ന് പറഞ്ഞ് എന്നെക്കാളും കൂടുതൽ ഓടിയത്. അങ്ങനെ എന്താ ഈ ഫോണിലുള്ളതെന്നൊന്ന് നോക്കാം. ആ ഫോണിൻ്റെ ചാർജർ എടുത്തോളൂ. ഇതാ. മിസ്റ്റർ വൈറ്റ് ഷർട്ട്, കയ്യില് ഗണ്ണുള്ള സമയത്ത് ഇത്ര ലെങ്തായിട്ട് സംസാരിക്കണോ? അപ്പൊ കയ്യില് ഗണ്ണില്ലായിരുന്നെങ്കിലോ? കേറി അങ്ങ് അർമാദിച്ചേനെ അല്ലേ? ഞാനെന്താ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നവർക്കാണോ? എന്റെ വൈറ്റ് ഷർട്ട് ചേട്ടാ, ഇപ്പൊ തനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ജീവനോടെ വിടും? നീ എന്നെ സ്റ്റേഷൻ വന്ന് കാണാതെ പോയപ്പോ തന്നെ നിന്റെ മേലെ കണ്ണു വെച്ചായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാൻ മേലത്തെ പോലെ ഞാൻ നിന്റെ കൂടെ വന്നത് എന്തിനാണെന്നറിയോ? പോലീസുകാരൻ തന്റെ മേലുള്ള തെറ്റ് മറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. നീ ഈ ഫോൺ ഓൺ ചെയ്ത് എന്നെ കുറിച്ച് എന്തറിയാനായിരുന്നു? ഈ ഫോണിന് വേണ്ടിയിട്ട് നിന്റെ മകനെ വെട്ടിക്കൂട്ടിയത് ഈ ഞാൻ തന്നെയാ. മനസ്സിലായില്ലല്ലേ? വ്യക്തമായിട്ട് പറയട്ടെ. റോക്കിംഗ് അല്ലനവൻ. റോക്കിംഗ് അല്ലനവൻ. ബട്ടർഫ്ലൈ പോലെ പിന്നെ അവളിൽ ആണ് കണ്ണ്. ആലില പോലാകിട്ട് പോ, എന്റെ കണ്ണും അതിലേക്ക് പോ. ഡോലി 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 ഹൈ 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 ഹൈ. പപ്പിലോര് മയിൽ വന്ന് ആരന് എന്നെ കണ്ട് കണ്ണിറുക്കി പോകുന്നു. അറിവ് സൂപ്പറായ ആളിവ്. റോക്കിംഗ് അല്ലനവൻ. എന്റെ രാത്രി ആശകൾ നിറവേറ്റിത്താ. രാവിൽ തീരാതെ നൃത്തം ചെയ്യാം, നേരം വെളുക്കുവോളം പ്രേമിച്ചിരിക്കാം. രാവും കൈ നീട്ടി സ്വീകരിക്കാം, കൽകൾ നിർത്താതെ തകർത്തടിടാം. ഹലോ 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 വെള്ളമടിച്ച് കിക്ക് ഒന്നും കരുന്നില്ല. ചുറ്റുമുള്ള ഡോൾസിനെ കണ്ട് കിക്ക് തലക്കെ പിടിക്കുന്നു.
വണ്ടിയിൽ വന്നപ്പോ ഫോൺ വന്ന് സംസാരിക്കാൻ സാറ് വേണ്ടി വന്നിട്ടുണ്ട്. നിർത്തിയതാ. സാർ വന്നു. പേരെന്താ? പേര് സുധീഷ. സാറേ എടാ, നിന്റെ എം പേരെന്താ? എൽ എ ഇങ്ങനെ തുരുതുരാന്ന് ഫോൺ എടാ, ചെയ്തോണ്ടിരിക്കാൻ സാറേ. നിന്റെ പേരോ? രതിയ മാഡം. ആ എം എൽ എ ആണെന്നാ തോന്നണേ. MLA സംസാരിക്കുന്നത്. അവൻ വന്നോ ഇല്ലയോ? വന്നല്ലോ സാറേ. നിന്റെ മനസ്സിലെന്താ വലിയ ഹീറോ ആണെന്നുള്ള വിചാരമാണോ? ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് എന്റെ മോനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു. ആരോട് എങ്ങനെ പെരുമാറണമെന്നുള്ള ഒരു ചിന്ത പോലും നിനക്കില്ലേ? ഇന്നലെ നീ പബ്ബിന്ന് പിടിച്ചോണ്ട് പോയതേ എന്റെ മോനെയാ. പ്രതിപക്ഷം ഈ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ വിടുവോ? യൂണിഫോം ഇട്ടാൽ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണോ? ഇതാ നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവനെ പുറത്ത് വിട്ടിട്ട് നീ നിന്റെ ജോലി നോക്കിയോ? മനസ്സിലായോ? ശിവ, സാറേ എല്ലാം മറ്റവന്റെ മക്കളെ പറഞ്ഞു വിടറോ. ഡാ പോന്നൊക്കെ പൊയ്ക്കോ. ആ പൊയ്ക്കോ. പോലെ സാറേ, എടുക്ക് സാറേ. ഹലോ അച്ഛാ. ശരി അച്ഛാ. എടാ പോയി കൊടുക്ക. മനസ്സിലൊന്നും വെക്കണ്ട സാറേ. അവൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനോട് സംസാരിച്ചതും അവനെ അടിച്ചതും അവന് ഭയങ്കര നാണക്കേടായിരുന്നു. അവൻ ദേഷ്യത്തിലാ ഉള്ളത്. ഒന്ന് ചെറുതായിട്ട് കൈവെക്കും, ശ്രദ്ധിക്കണ്ട. അതിനുവേണ്ടി നിന്റെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞ് പ്രൊമോഷനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തേക്കാം. പക്ഷെ വീണ്ടും എന്റെ മോന്റെ ശരീരത്തിൽ നീ കൈവച്ചെങ്കിലേ നീ നിൽക്കുന്ന സ്ഥലം പോലും നിനക്ക് സ്വന്തമായിരിക്കില്ല. എന്നെ പറ്റി അത് അറിയാമല്ലോ അല്ലേ? സാറേ കളിയ വീഡിയോ എടുത്തു. അതിനു വേണ്ടി തന്നെ ഷെയർ ഇറ്റിൽ കയറ്റിക്കോട്ടെ. അവൻ ചെറുതായിട്ടൊന്ന് കൈവെക്കും, അത് ശ്രദ്ധിക്കണ്ട. കളിയ വീഡിയോ എടുത്തു. ഷെയർ ഇറ്റിൽ കയറ്റിക്കോട്ടെ. അവൻ ചെറുതായിട്ടൊന്ന് കൈവെക്കും, അത് ശ്രദ്ധിക്കണ്ട. കളിയ വീഡിയോ എടുത്തു. ഷെയർ ഇറ്റിൽ കയറ്റിക്കോട്ടെ. കളിയ വീഡിയോ എടുത്തു. ഷെയർ ഇറ്റിൽ കയറ്റിക്കോട്ടെ. കളിയ വീഡിയോ എടുത്തു. ഷെയർ ഇറ്റിൽ കയറ്റിക്കോട്ടെ. കളിയ വീഡിയോ. ഒരു കൊച്ചു ചെറുക്കൻ മുട്ടെന്ന് വിരിയാത്തവൻ സ്റ്റേഷനിൽ വന്ന് അടിച്ചിട്ട് പോയ ശേഷം ഉറക്കമില്ല ശിവ. എന്തൊക്കെ തെറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുക. അവൻ്റെ അടുത്ത് അടിക്കുന്ന വീഡിയോ ഉണ്ട് ശിവ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് യൂട്യൂബിൽ എങ്ങനെ വന്നാലുണ്ടല്ലോ, എൻ്റെ മാനമാണ് പോവുക. ഇതുവരെ കണ്ടതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതിനു മുൻപ് എങ്ങനെയെങ്കിലും എനിക്ക് ആ ഫോൺ കൈക്കലാക്കണം. അധികാരം കയ്യിലുള്ളതുകൊണ്ടാ ഒരു കുറ്റവാളി സ്റ്റേഷനിൽ വന്ന് പോലീസിന്റെ നേർക്ക് കൈനീട്ടുന്നത്. തെറ്റാണ് സാറേ. അവനങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു സാറേ. ഇതിനകം തന്നെ അവനെ തിരിച്ചു കൊടുക്കണമായിരുന്നു സാറേ. പക പാമ്പിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശിവ. ഞാനിപ്പോ അവന് കൊടുക്കാൻ പോകുന്ന പണി ബഹുമാനം എന്തെന്നറിയാത്ത അവന്റെ MLA അപ്പനും വേദനിക്കണം. നിനക്ക് പോലീസ് ജീപ്പിന്റെ മുകളിൽ ഒന്ന് കയറണത്. ഇപ്പൊ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു പോയനെ മുകളിലേക്ക്. പോലീസ് നമസ്കാരം. പോലീസ് ഗോഡ് ഗ്രേറ്റ്. ഞാൻ മരിക്കാൻ വേണ്ടി പോലീസ് വേണ്ടി അയച്ചു വെച്ചിരിക്കുന്നു ദൈവം. ഒന്ന് പുറകോട്ട് പോയിട്ട് എന്റെ മേത്ത് കൊല്ലു. അറിയില്ല സാറേ. എന്താണ് നിന്റെ പ്രശ്നം? പെണ്ണാണ് സാർ, പെണ്ണാണ്. ചെക്കന്മാര് മരിക്കാൻ വേറെന്തോ കാരണത്തിലുള്ളത്. സന്തപ്പടി വന്നു കെട്ടിക്കൊന്ന് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവളോട് ചോദിച്ചപ്പോ സൗന്ദര്യമുള്ളവനെ കെട്ടെന്ന് പറഞ്ഞു. ഈ മോന്തവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ സാർ? ആരാ സാർ അവള്? MLA മോന. നിങ്ങളെന്നെ പറയും സാർ. അവന്റെ അടുത്ത് ഏറ്റുവിട്ടാൻ കഴിയില്ല സാർ. ഞാൻ ചാവ പോകണം സാർ. എന്നെ വിട്ടേക്ക് സാർ. അവന്റെ ഫോട്ടോ ഉണ്ടോ?
ഉണ്ട്. ഇതാ കണ്ടോളൂ സാർ, നല്ലോണം കണ്ടോളൂ സാർ. ഞാനിത് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല സാർ. ഞാൻ ചാവാൻ പോണേ സാർ, ഞാൻ ചാവാൻ പോണേ. നീ എന്തിനാടാ ചാകുന്നേ? ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൻ വരുമെന്ന് ഉറപ്പുണ്ടോ? അയ്യോ, അവൻ ഓടിയെത്തും സാർ. അപ്പോ ഞാൻ പറയുന്നത് ചെയ്യേ. രാത്രി 12 മണി കഴിഞ്ഞേ നീ ആ വീട്ടിൽ ചെല്ലണം. നീ അവളുടെ കൂടെ ചേർന്നിരിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് അവർക്ക് അയക്കേ. അത് കാണുന്ന നിമിഷത്തിൽ അവൻ ഭ്രാന്ത് പിടിച്ച് ഓടി വരും. ഒപ്പം അവനെ പിടിക്കണം, വെട്ടി നോക്കാം. എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ കൂടെ ഞാനുണ്ട്. ഐഫോൺ മച്ചനെ, ഐഫോൺ കിട്ടിയടാ. എന്താടാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു കേക്ക്. ജോണി വിളിച്ചോണ്ട് 5 മിനിറ്റിൽ വീട്ടിലേക്ക് വാ. എവിടെ സാർ, അത് ശക്തിയുള്ള ഫോണാണ് സാർ. അതിലാണ് നിങ്ങൾ അയക്കാൻ പറഞ്ഞ ഫോട്ടോ ഉള്ളത്. വീഡിയോ അതിലാണ് സാർ ഉള്ളത്. വീഡിയോയോ? ജമുന എനിക്ക് സ്വന്തമാടാ. ഇനി നിനക്ക് അവളെ അടുക്കാൻ കഴിയില്ലടാ. നീ ഒരാണാണെങ്കിൽ ഇപ്പൊ വാടാ. നിന്നെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയില്ലെങ്കിലേ MLA ചെക്കനെ അതുകൊണ്ടല്ലേ തുള്ളുന്നേ. ഇപ്പോ അധികാരം എന്റെ കയ്യിലുണ്ട്, പോലീസ് എന്ന അധികാരം. ഓ, നിനക്ക് പ്രാന്താണോ? എന്തിനാ നീ വീഡിയോ എടുത്ത് അയച്ചത്? ഇപ്പൊ ഞാൻ ഫോൺ അന്വേഷിച്ച് പോണോ? നിന്നെയൊക്കെ സഹായിക്കാനാണെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. സഹായം എന്ന് പറയില്ലേ സാർ. എന്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിലേ നിങ്ങളും അവനും എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങൾ എന്നെ വെച്ച് തീർത്ത് കളഞ്ഞു. പോലീസുകാരൻ്റെ ബുദ്ധി എന്താണെന്ന് എനിക്കറിയില്ലേ. അതുകൊണ്ട് പോലീസ് എന്ന എവിഡൻസും ചേർത്തയച്ചത്. നിന്നെ എന്തിനാണ് ഞാൻ തീർക്കുന്നത്? ഇതുപോലെ ഒരുപാട് ഫോൺ കേസ് ഉണ്ടല്ലോ, ഇത് അതിലൊന്ന് മാത്രം. ഇപ്പൊ ഫോണും കൊണ്ട് പോയില്ലേ, അവനെ പൊക്കിയെടുത്ത് അകത്തിട്ടാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. നീ വയ്ക്കോ, ഞാൻ നോക്കണം. പോലീസ് സ്റ്റേഷനകത്ത് കയറി നീ അടിക്കുമല്ലടാ. ഐഫോണിന് വേണ്ടിയിട്ടാണ് അവന്മാർ MLAയുടെ മകനെ കൊന്നതെന്ന് അവന്മാരുടെ മേൽ കുറ്റം ചാർത്തിയത്. സാറേ, ജീവനുണ്ട് സാറേ. ഫോൺ ഉണ്ടെന്ന് ചെക്ക് ചെയ്യേ. ഇല്ല സാറേ. ഫോണില്ലേ? ഇപ്പൊ ഫോൺ കൊണ്ട് പോയല്ലേ, അവനെ പൊക്കി അകത്തിട്ടല്ലേ എല്ലാ പ്രശ്നവും സോൾവ് ആകും. മുക്ക്. പിറ്റേ ദിവസം രാവിലെ അതാണ് സത്യമെന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു. 2 പേരിൽ ഒരുത്തരെ പിടിച്ച് ഐഫോണിന് വേണ്ടിയാണ് കൊന്നതെന്ന് അന്വേഷണത്തിൽ എഴുതി ചേർത്തു. എവിടെയാണ് ഫോൺ? എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? നിന്നെ വിളിച്ചു വരുത്തി നിന്റെ കൈ കൊണ്ട് തന്നെ അവനെ കൊല്ലിച്ചു. നീ എപ്പോഴെങ്കിലും രവി എടുത്ത് പോയാൽ എന്റെ പേര് പുറത്തു വരുന്നു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവനെ തീർത്തു കളഞ്ഞത്. ഇതെല്ലാം ഞാനാണ് ചെയ്തത്. നിന്നൊരു പ്രാന്തനെ പോലാക്കി മാറ്റിയത് ഞാനാണ്. എന്റെ മേലുള്ള തെറ്റുമറയ്ക്കാൻ ഇവരെ പോലെ എത്തി വരുമെന്നാണ് ഞാൻ കൊന്നുകളയും. നിന്നെയും കൊല്ലും.
ചാവടാ. നിങ്ങൾക്ക് MLA-ക്കും പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ തല്ലി ചത്തൂടെ? എന്തിനാ സാറേ എന്നെ പോലത്തെ ആൾക്കാരെ പിടിക്കുന്നേ? എൻ്റെ ഫ്രണ്ട്സ് എന്താ സാറേ തെറ്റ് ചെയ്തേ? അവരന്യായിട്ട് കൊന്നില്ലേ സാറേ? സാറേ മുക്ക്. സാറേ സാറേ ഫോണില്ലെങ്കിൽ ആ ചെറുക്കനെ വെറുതെ വിട്ടേക്ക സാറേ. എന്തിനാ വെറുതെ കൊല്ലണ സാറേ? താനെന്തോ ഒന്നും അറിയാൻ മലത്തോടെ സംസാരിക്കുന്നത്? എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ലേ? അതോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരണോ? കൂടെ നിന്നാൽ കാഴ്ച കണ്ടോണ്ട് നിന്ന് മാത്രം മതി. പോലീസ് സ്റ്റേഷനകത്തൊന്നും നീ അടിക്കുമല്ലടാ, ചാകടാ. ശിവ എന്താ ശിവ? എന്താ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവസാനം അവനെ വിളിച്ചു വരുത്തി കൊന്നില്ല സാറേ. ഇത് ഭയങ്കര തെറ്റായി പോയി സാറേ. താങ്കളോട് ശിവ പറഞ്ഞത് അവൻ തല്ലിയത് ഞാൻ മറക്കണമെന്ന്. അവൻ തല്ലിയത് ഞാൻ മറക്കണമെന്നുണ്ടെങ്കിൽ അവൻ ചത്താൽ മാത്രമേ നടക്കൂ. ഇപ്പൊ ആ പ്രശ്നമില്ല. നമ്മൾ ഏത് ഫോണാണോ അന്വേഷിച്ചത് അതിപ്പോ മിസ്സായി. വണ്ടിയെടുക്ക. ആരോ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത പിള്ളേരെ പിടിച്ച് കൊന്നു കളഞ്ഞില്ല സാറേ. ഇതൊക്കെ മഹാപാപമല്ലേ സാറേ? പാപം പുണ്യം നോക്കാൻ പോയാ ഈ കാക്കിച്ചട്ടയ്ക്ക് ഊരി വെച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അധികാരം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊന്നു തള്ളി പൊയ്ക്കൊണ്ടേയിരിക്കണം. താൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇന്ന് രാത്രി MLA എവിടെ പോകുന്നു, ആരെ കാണുന്നു, അങ്ങനെ സകല ഡീറ്റെയിൽസും വേണം. സപ്പോസ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സേഫ്റ്റിക്ക്. ചെയ്ത് കൂട്ടിയതൊക്കെ മതി സാറേ. അവനെ വെറുതെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ സാറിനെ ഞാൻ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യുമെന്നോ? ഷൂട്ട് ചെയ്യൂടോ? ഓ
അയ്യോ അയ്യോ, കൂടെ നിൽക്കുന്നവൻ തന്നെ അവസാനം യമനായിട്ട് വന്നാൽ വെടിവെക്കുന്നത് തന്നെ വേണം. യാ